അപ്പോൾ എല്ലാ ദിവസവും ഇനി 8 o'clock ആണ് ടൈം. 8 to 10:30 in the beginning and it will be from ജൂലൈ മുതൽ നമുക്ക് 11 മണി മുതൽ 1 മണി വരെയും ക്ലാസ് ഉണ്ടാവും. ഓക്കെ, സ്റ്റാർട്ടിങ് നമ്മൾ വളരെ സ്ലോ പേസിലായിരിക്കും പോകുന്നത്, ഒരു പ്രിപ്പറേറ്ററി ഫേസിലായിരിക്കും നമ്മൾ പോകുന്നത്. ദെൻ ഫാസ്റ്റ് ട്രാക്കിലാവും നമ്മൾ ജൂലൈ ആകുമ്പോഴത്തേക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ചലഞ്ച് ബിഫോർ കോൺകറിങ് ദി ചലഞ്ച്. ചലഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം, എന്നാലേ നമുക്കത് കോൺകർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ചലഞ്ച് എന്താണെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, വിൽ സീ ത്രൂ ദി പാറ്റേൺ, വിൽ സീ ത്രൂ ദി സിലബസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ്. സോ ഇറ്റ് ഈസ് അവർ ഫസ്റ്റ് ക്ലാസ് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് ദി എക്സാം പാറ്റേൺ റെക്കോർഡിംഗ് ആൻഡ് ദി സിലബസ് ബ്രീഫിംഗ് ഹിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അറൌണ്ട് 10 lakh സ്റ്റുഡൻസ് ഇത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി. ഈ ഒരു എക്സാമിന് വേണ്ടി 10 lakh സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര പേരാണ് ഈ എക്സാം ക്ലിയർ ചെയ്യുന്നത്? അറൌണ്ട് 1000 സ്റ്റുഡൻസ്. ഇതിന്റെ ഇടയ്ക്ക് കുറെ കടമ്പകളുണ്ട്. ഈ 10 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ only 5 lakhs അറ്റൻഡ് ദി ടെസ്റ്റ്. ഏകദേശം ഒരു 5 ലക്ഷം പേരാണ് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ 5 ലക്ഷം പേരിന്ന് പ്രിലിംസ് എത്ര പേര് പാസ്സാവും? ഈ 5 ലക്ഷം പേരിന്ന് പ്രിലിംസ് ഏകദേശം 13,000 സ്റ്റുഡൻസ് ആണ്. 13,000 to 13,500 സ്റ്റുഡൻസ് പ്രിലിമിനറി എക്സാം പാസ്സാവും. ഈ പ്രിലിമിനറി എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് those who go to the interview stage, ഇത് എത്ര പേരുണ്ടാവും? around 2,500 to 3,000. ഇത്രയും പേരായിരിക്കും ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് പോകുന്നത്. ഇവിടെ എത്ര പേര് കയറും? 1000 പേരാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓരോ സ്റ്റേജസ് എന്താണെന്ന് ഇപ്പൊ കാണാൻ പോവാണ്. ഓരോ സ്റ്റേജസിന്റെ സിലബസ് എന്താണ്, ഓരോ സ്റ്റേജസ് എന്താണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഈ May 24th കഴിഞ്ഞ പ്രിലിമിനറി എക്സാം. പ്രിലിമിനറി എക്സാമിന് എന്താണ് വരുന്നത്? പ്രിലിമിനറി എക്സാം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രിലിംസ്, ഈ പ്രിലിമിനറി എക്സാമിൽ 2 പേപ്പറാണ് നമുക്ക് വരുന്നത്. എന്തൊക്കെയാണ് 2 പേപ്പർ വരുന്നത്? ഒരെണ്ണം ജനറൽ സ്റ്റഡീസും ഒരെണ്ണം CSAT. ഈ CSAT എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഈ CSAT എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ GS എത്ര മാർക്കിനാണ് വരുന്നത്? എത്ര മാർക്കിനാണെന്നറിയോ GS പേപ്പർ? GS പേപ്പർ എത്ര മാർക്കിനാണ്? 200 മാർക്സിനാണ് നമുക്ക് GS പേപ്പർ വരുന്നത്. GS പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? വി ഹാവ് 100 ക്വസ്റ്റ്യൻസ്. ഈ 100 ക്വസ്റ്റ്യൻസും കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. ഈ 100 ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും വി ഹാവ് 2 മാർക്സ് ഈച്ച്. 2 മാർക്സ് ഈച്ച് ആണ് വരുന്നത്. ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇവിടെ? പ്രിലിംസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റ് ഡിഡക്റ്റഡ് ബൈ 2/3 മാർക്സ്. എന്ന് പറഞ്ഞാൽ 1/3 ഡിഡക്ഷൻ സംഭവിക്കും മാർക്കിന്റെ. ഓക്കെ, അപ്പൊ ഇഫ് യു ആർ അറ്റൻഡിങ് അറൌണ്ട് 90 ക്വസ്റ്റ്യൻസ്, 90 ചോദ്യം, നമ്മൾ ഈ 100 ചോദ്യത്തിൽ 90 ചോദ്യം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഫ് യു ആർ സംവാട്ട് 60 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയെന്ന് വെച്ചോ, 30 ക്വസ്റ്റ്യൻസ് തെറ്റിയെന്ന് വെച്ചോ, നമ്മുടെ ഫൈനൽ മാർക്ക് എത്രയായിരിക്കും? 60 into 2, 120, 30 into 2/3, 20. ഫൈനൽ മാർക്ക് എത്രയായിരിക്കും നമുക്ക് കിട്ടാൻ പോന്നെ? ഫൈനൽ മാർക്ക് കിട്ടാൻ പോന്നെ 100 മാർക്സ്. നമ്മൾ ഇപ്പൊ എയിം ചെയ്യുന്നത് എന്താണ്? ഈ ഒരു 100 മാർക്ക് മേടിക്കാനായിരിക്കും നമ്മൾ എയിം ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നമ്മൾ കാണും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പ്രിലിമിനറി സ്റ്റേജ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. ഇവിടുത്തെ ക്യാച്ച് എന്താണ്? അതെ, ഈ ഒരു 100 മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ, വി ഹാവ് ടു ക്ലിയർ ദിസ് പേപ്പർ. അപ്പൊ ഈ ഒരു പേപ്പർ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? CSAT-ല് 3 പാർട്സ് ആണുള്ളത്. എന്തൊക്കെയാണ് 3 പാർട്സ്? ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് അടുത്ത ലോജിക്കൽ റീസണിങ്, ഒന്ന് മാത്സ്. ഈ ഒരു 3 പാർട്സ് ആണ് നമുക്ക് CSAT-നുള്ളത്.
ഇവിടെ ഏകദേശം നമുക്കൊരു 27 ക്വസ്റ്റ്യൻസ് വരും. ലോജിക്കൽ റീസണിങ് ഏകദേശം നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് വരും. ബാക്കി നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് CSAT വരുന്നത്. ഇവിടെ എത്ര മാർക്കിനാണ്? ഇവിടെയും 200 മാർക്സിനാണ് നമ്മുടെ എക്സാം. പക്ഷെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ 80 ഉള്ളൂ. 80 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. ഈ 80 ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വരുന്നുണ്ട്? 2.5 മാർക്സ് ആണ് ഇവിടെ ഓരോ ചോദ്യത്തിന് വരുന്നത്. 80 into 2.5 വിൽ ഗെറ്റ് 200. ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്? ഈ മാർക്കിന്റെ 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. അതെന്ന് പറഞ്ഞാൽ 2.5/3 ആണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ്. പക്ഷെ ഇവിടെ വേറൊരു ക്യാച്ച് കൂടെ ഉണ്ട്. ഈ ഒരു പേപ്പർ ക്വാളിഫയിങ് പേപ്പർ ആണ് അല്ലെ? ക്വാളിഫയിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് 200ന്റെ 33% സ്കോർ ചെയ്താൽ മതി നമ്മൾ. അതെന്ന് പറഞ്ഞാൽ 66.67 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടിയാൽ മതി. 66 മാർക്ക് നമ്മൾ കിട്ടിയാൽ മതി. നിങ്ങൾ 35 ചോദ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ 30 into 2.5 30 എണ്ണം ശരിയായി 5 എണ്ണം തെറ്റുവാണെങ്കിൽ കൂടിയും നമുക്ക് ഏകദേശം 66.67 എത്താം. അപ്പൊ 80 ചോദ്യത്തിൽ ഈ ഒരു മാർക്ക് ഡിവിഷൻ, ഈ ഒരു 80 ചോദ്യത്തിൽ ഓരോന്നും ഉണ്ടല്ലോ, ഓരോ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് നമുക്ക് വരുന്നില്ല. ഈ 80 ചോദ്യത്തിൽ നമുക്ക് ഏകദേശം ഒരു 35 ചോദ്യം നമുക്ക് കറക്റ്റ് ആക്കിയാൽ, അല്ലെങ്കിൽ 35 എണ്ണം അറ്റംപ്റ്റ് ചെയ്ത് ഏകദേശം 30 എണ്ണം കറക്റ്റ് ആക്കിയാലും നമ്മൾ ഈ എക്സാം പാസ്സാകും. ഓക്കെ, ഇതാണ് നമുക്ക് CSAT പേപ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിലിംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ CSAT പേപ്പറിൽ പാസ്സാവുന്നവരുടെ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. CSATൽ എത്ര പേര് പാസ്? ഇപ്പൊ 5 ലക്ഷം പേര് CSAT എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര പേര് പാസ്സായി അവരെ മാത്രമേ ഇവിടെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് കട്ട് ഓഫ് നമ്മൾ നിർണ്ണയിക്കുന്നത് സാധാരണ റാൻഡം ആയിട്ടാണ് ഒരു കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് UPSC അല്ല. ഇത്ര ഒരു മാർക്കാണെന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് കട്ട് ഓഫ് നിശ്ചയിക്കുന്ന UPSC. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദേ വോണ്ട് ടു ഇൻടേക്ക് 13,000 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 14,000 സ്റ്റുഡൻസ് ഫോർ ദി മെയിൻ എക്സാമിനേഷൻ. അപ്പൊ അവർക്കൊരു കണക്കുണ്ടാവും. ഈ 5 ലക്ഷം പേര് എഴുതുന്നതിൽ ഒരു 14,000 സ്റ്റുഡൻസിന് അവർക്ക് മെയിൻസ് എഴുതിക്കണം. അപ്പൊ അവരെന്താ ചെയ്യാൻ പോന്നെ? ആദ്യം CSAT ക്വാളിഫൈ ചെയ്ത് എത്ര പേരുണ്ടെന്ന് നോക്കും. CSAT ക്വാളിഫൈ ചെയ്ത് എത്ര പേരുണ്ടെന്ന് നോക്കും. എന്നിട്ട് അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. 1 ഇത്ര മാർക്ക്, ചിലപ്പോൾ 200 മാർക്സ് കിട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് പേഴ്സൺ 199. ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പേഴ്സൺ ആരായിരിക്കും? 14,000 അല്ലേ? 14,000 പേരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മെയിൻ എക്സാമിനേഷനിലേക്ക് ഇവർ എടുക്കാൻ പോകുന്നത് 14,000 പേരാണ്. ഈ 14,000 ഇദ്ദേഹം ആരാണോ, ഇദ്ദേഹത്തിന്റെ മാർക്ക് എന്താണോ, ഇതാണ് നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇത് പ്രീ പ്ലാൻ ചെയ്തു പോകുന്നൊരു സംഭവം അല്ല ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ 14,000 പേര്, ഈ 14,000 പേരിൽ ഈ 14,000 ആരാണോ അദ്ദേഹത്തിന്റെ മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. ഇതിനകത്ത് വേറെ പല ക്രൈറ്റീരിയാസും ഉണ്ട്. കാരണം ഇതിനകത്ത് റിസർവേഷൻസ് വരും. റിസർവേഷൻ എന്നൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് വരും. അതൊക്കെ ഇതിനകത്ത് വരും ഇതിന്റെ പാർട്ടായിട്ട്. ഞാൻ പറയുന്നില്ല. അപ്പൊ പ്രിലിംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് പ്രിലിംസിനൊപ്പം ജനറൽ സ്റ്റഡീസിന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കണ്ട പോലെ 200 മാർക്സ് ആണ്. CSATന് 80 ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇത് ക്വാളിഫയിങ് ആണ്. ക്വാളിഫയിങ് പേപ്പറിൽ 1/3 ആണ് ഡിഡക്ഷൻ വരുന്നത്. മാർക്കിന്റെ 1/3 ആന്ന് പറഞ്ഞാൽ 2/3 അല്ലെങ്കിൽ 2.5/3 ഇതാണ് ഡിഡക്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രിലിംസിന്റെ സിലബസിലേക്ക് നടക്കാം. ഇതാണ് പ്രിലിംസിന്റെ സിലബസ് നമുക്ക് പറഞ്ഞേക്കുന്നത്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഗോ ത്രൂ ദി സിലബസ് പബ്ലിഷ്ഡ് ഇൻ ദി സെക്ഷൻ ഫോർ ദി പ്രിലിമിനറി എക്സാമിനേഷൻ ആൻഡ് ദി മെയിൻ എക്സാമിനേഷൻ ആസ് പീരിയോഡിക് റിവിഷൻ ഓഫ് ദി സിലബസ് ഹാസ് ബീൻ ഡൺ ഇൻ സെവറൽ സബ്ജക്ട്സ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് എക്സാം വരുന്നത്? ആ ഒരു ദിവസം മെയ് 24-ന് എങ്ങനെയാണ്? അടുത്ത വർഷം നിങ്ങളുടെ എക്സാം ഏത് ടൈമിലാണ്? മെയ് 23-നാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അതെ, അപ്പൊ ഈ എക്സാം എങ്ങനെയാണ്? മോർണിംഗ് 9:30 to 11:30 നിങ്ങൾക്ക് GS1 പേപ്പർ. അതിനുശേഷം നിങ്ങൾക്ക് 2:30 to 4:30 നിങ്ങൾക്ക് CSAT പേപ്പർ. ഇവിടെ പ്രോബ്ലം വരുന്നത് എന്താണെന്നറിയോ? ഈ ഒരു പേപ്പർ എഴുതി കഴിയുമ്പോഴേ നമ്മൾ ഡ്രെയിൻ ഔട്ട് ആയി പോകും.
അതുകൊണ്ട് നമുക്ക് CSAT പേപ്പർ 10th ലെവൽ ആണെന്നാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ കാണും 10th ലെവൽ അല്ല, അവർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷെ 10th ലെവൽ എന്നാണ് ആസ് പെർ സിലബസ് കിടക്കുന്നത്. പക്ഷെ ഈ ഒരു പേപ്പർ കഴിഞ്ഞിട്ട് എത്തുമ്പോൾ CSAT പേപ്പർ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാരണം ഈ ഒരു 2 hours നമ്മൾ അത്രമാത്രം ഫോക്കസ് ആയിട്ടിരിക്കുവാണ്. ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അല്ല, നമ്മുടെ മൊത്തം ഡ്രെയിൻ ഔട്ട് ആവും ഈ ഒരു CSAT പേപ്പർ. അതുകൊണ്ടാണ് നമുക്ക് മിക്കപ്പോഴും വളരെയധികം ടഫായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് സിലബസ് വന്നേക്കുന്നത്? കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഇവിടെ എന്താണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കും, അതിന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സും അതിന്റെ ആനുവൽ കറണ്ട് അഫയേഴ്സും നമ്മൾ റിവൈസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഇവിടെ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ്. അടുത്ത ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെ പാർട്സ് വരുന്നുണ്ട്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ ഏൻഷ്യന്റ് ഇന്ത്യ വരുന്നുണ്ട്, പിന്നെ മിഡീവൽ ഇന്ത്യ വരുന്നുണ്ട്, ദെൻ മോഡേൺ ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇതിന്റെ കൂടെ ആർട്ട് ആൻഡ് കൾച്ചറും ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ തന്നെ വരുന്നുണ്ട്. അടുത്ത് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി. ഇവിടെ 2 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഫിസിക്കൽ ജോഗ്രഫി, 2 സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫിയെ നമുക്ക് ഹ്യൂമൻ ജോഗ്രഫി എന്ന് വിളിക്കാം. ഹ്യൂമൻ ജോഗ്രഫി. അപ്പൊ നമുക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദി വേൾഡ്, ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയും ഇന്ത്യൻ ഹ്യൂമൻ ജോഗ്രഫിയും നമ്മൾ പഠിക്കണം. ഈ വേൾഡിന്റെ ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ജോഗ്രഫിയും നമ്മൾ കവർ ചെയ്തിരിക്കണം. അടുത്ത ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി. ഇത് കൂടുതലായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ ഫിലോസഫി പഠിക്കും. ഇതിനകത്ത് പൊളിറ്റിക്കൽ തിയറി എല്ലാം ഇതിനകത്ത് കവർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ ആൻഡ് ഡെമോഗ്രാഫിക്സ്. ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ബേസിക് എക്കണോമിക്സ് എന്നാണ് ചോദ്യം വരാറ്. എങ്ങനെയാണ് ബേസിക് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ? ഇൻഫ്ലേഷൻ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് മോണിറ്ററി പോളിസിയെ കുറിച്ച്, RBI ഫംഗ്ഷൻസിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള ബേസിക് എക്കണോമി നമുക്ക് ചോദ്യം വരും. ബാക്കി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ ഒക്കെ കൂടുതലായിട്ടും നമുക്ക് മെയിൻസിനാണ് നമുക്ക് ചോദിക്കുന്നത്. മെയിൻസിന് സെപ്പറേറ്റ് നമുക്കൊരു സിലബസ് ഉണ്ട്. ഇത് പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ആണ്. അടുത്ത ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കാരണം നിങ്ങളുടെ പ്രിലിംസിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിലിംസിന്റെ കൂടെ തന്നെയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ എക്സാമും വരുന്നത്. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ നമ്മുടെ ഇതിന്റെ പ്രിലിംസിന്റെ കൂടെ തന്നെയാണ് IFOS എക്സാമിനേഷൻ വരുന്നത്. IFOS എക്സാമിനേഷൻ ഒരു ഡിഫറെന്റ് കട്ട് ഓഫ് ആയിരിക്കും. മേ ബി ഒരു 15 മാർക്സ് കൂടുതലായിരിക്കും IFOSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ IFOSന്റെ എക്സാമിനേഷനും കൂടെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പാർട്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത്. ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റ്, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് തന്നെയും 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് പാർട്ട് ആൻഡ് എ ഡൈനാമിക് പാർട്ട്. ഈ സിലബസിലെ സ്റ്റാറ്റിക് പാർട്ട് എന്തായിരിക്കും? ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ? ഇവിടെ എന്തെങ്കിലും കറണ്ട് ഇവന്റ്സ് വരുമോ? സാധ്യതയില്ല. അപ്പൊ ഇത് നമ്മുടെ സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്നു. ഹിസ്റ്ററി സ്റ്റാറ്റിക് പാർട്ടിൽ വരും. പിന്നെന്താണ് സ്റ്റാറ്റിക് പാർട്ടിൽ വരുന്നത്? ജോഗ്രഫി, പൊളിറ്റി, ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റിക് പാർട്ടിലാണ് വരുന്നത്. ഇതിന്റെ ഡൈനാമിക് പാർട്ട് എന്താണ്? കറണ്ട് റിലവൻസ് ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു സബ്ജക്ട് നമ്മൾ പറഞ്ഞല്ലോ ജനറൽ സയൻസ്. ജനറൽ സയൻസ് ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മുടെ സ്പേസ് ടെക്നോളജി, നമ്മുടെ ഡിഫൻസ് ടെക്നോളജി, ബയോടെക്നോളജി, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജനറൽ സയൻസിലാണ് വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബയോളജി, നിങ്ങൾ ബേസിക് സയൻസിൽ പഠിക്കുന്ന ബയോളജി നമുക്ക് വരുന്നത് എവിടെയാണ്? ജനറൽ സയൻസിലാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡൈനാമിക് പാർട്ടിൽ നമുക്ക് എന്തൊക്കെ പറയാം? സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ വരുന്നുണ്ട്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡൈനാമിക് പാർട്ടില്ല. എൻവയോൺമെന്റിലാണെങ്കിൽ അതിനകത്ത് സ്റ്റാറ്റിക് പാർട്ടും ഉണ്ട്, ബേസിക് എക്കോളജിയുടെ ടോപ്പിക്സും നമുക്ക് വരുന്നുണ്ട്, കറണ്ട് ഇഷ്യൂസും വരുന്നുണ്ട് ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്ന പാർട്ടിൽ. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റും എക്കണോമി ഇവിടെ നമുക്ക് ബേസിക് പാർട്ടിലും വരുന്നുണ്ട്, സ്റ്റാറ്റിക് പാർട്ടിലും വരുന്നുണ്ട്, ഡൈനാമിക് പാർട്ടിൽ നമുക്ക് എക്കണോമി കാണാൻ കഴിയും. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുകയാണ് എന്താണ് ഈ ഇപ്പോഴത്തെ വാർ നടക്കുന്നില്ല, ഏതൊക്കെ കൺട്രീസ് ആണ് വാർ നടക്കുന്നത്?
ഇറാൻ ഇസ്രായേലൊക്കെ വാർ നടക്കുമ്പോൾ ഇവിടെ ഫ്യൂവൽ സപ്ലൈ ഡിസ്ട്രപ്ഷൻ സംഭവിച്ചിട്ടില്ലേ? ഫ്യൂവൽ സപ്ലൈ ഡിസ്ട്രപ്ഷൻ സംഭവിക്കുമ്പം ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? ഇത് കാരണം നമ്മുടെ ഇവിടുത്തെ ഫ്യൂവൽ കോസ്റ്റ് ഇവിടെ കൂടുന്നു അല്ലെ? ഇവിടുത്തെ ഫ്യൂവൽ പ്രൈസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്യൂവൽ പ്രൈസ് റൈസ് ചെയ്യുമ്പം ഇവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണപ്പെരുപ്പം. ഇവിടെ പണപ്പെരുപ്പം സംഭവിക്കുന്നു, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എക്കണോമിയുടെ സ്റ്റാറ്റിക് പാർട്ടിൽ പഠിക്കുന്നതാണ്, നമ്മുടെ എക്കണോമിക് കോൺസെപ്റ്റ്സിൽ പഠിക്കുന്നതാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. പക്ഷേ ഇപ്പൊ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അത് കറണ്ട് അഫയേഴ്സിലുള്ള ടോപ്പിക് അല്ലേ, കറണ്ട് ഇഷ്യൂസിലുള്ള ടോപ്പിക് അല്ലേ? അപ്പൊ അത് ഡൈനാമിക് പാർട്ടിലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കൂടുതലായിട്ടും എക്കണോമിയിലൊക്കെ ചോദ്യം എങ്ങനെയായിരുന്നേ? ഈ ഡൈനാമിക് പാർട്ടിൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം മിക്കവാറും നമുക്ക് ചോദ്യമായിട്ട് ഇവിടെ നമുക്ക് എക്കണോമി സൈഡ് നമുക്ക് ചോദിക്കും. ഇത് നമ്മൾ സ്റ്റാറ്റിക് പാർട്ടിൽ ഓൾറെഡി കവർ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രിലിംസ് എക്സാമിന്റെ സിലബസ് വരുന്നത്. ഇനി ഇതിന്റെ വെയിറ്റേജ് എങ്ങനെ? ഇപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട്സും പറഞ്ഞു. ഇതിന്റെ വെയിറ്റേജ് എങ്ങനെയായിരിക്കും? ഹിസ്റ്ററി നമുക്ക് ഏകദേശം ഒരു 15 to 18 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 15 to 80 ക്വസ്റ്റ്യൻസിൽ തന്നെ 3 പാർട്ടുണ്ട്: ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ഇന്ത്യ. ഇത് മൂന്നുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 15 to 18 ക്വസ്റ്റ്യൻസ് കാണും. ഇവിടെ ഒരു 5 to 7 ക്വസ്റ്റ്യൻസ്, ഇവിടെ ഒരു 5 to 7 ക്വസ്റ്റ്യൻസ്, ഇവിടെ നമുക്കൊരു 6 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ഹിസ്റ്ററിയുടെ ഡിവിഷൻസ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്, മേജർ ചങ്ക് എവിടെയാണ് കിടക്കുന്നത്? പൊളിറ്റി, എക്കണോമി. ഇത് രണ്ടും കൂടെ നമുക്ക് ഇവിടെയും നമുക്കൊരു 18 to 20 ക്വസ്റ്റ്യൻസ് വരും, ഇവിടെയും നമുക്കൊരു 18 to 20 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഞാനിത് സ്ട്രിക്ട്ലി 2025-26 പേപ്പർ പറയുന്നതേ ഇല്ല. നിങ്ങൾ 2026 പേപ്പർ ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരും. 2026 പേപ്പർ ഞാനിപ്പോ ഇതിനകത്ത് എടുക്കുന്നേ ഇല്ല. ഞാൻ 2025 വരെയുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എക്കണോമിന്ന് ഒരു 18 to 20 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 40 ക്വസ്റ്റ്യൻസ് ആയി അല്ലേ? ഇത് രണ്ടും നമുക്ക് കിട്ടണം. ഈ രണ്ട് പാർട്ടും ഒരുപാട് സ്റ്റാറ്റിക് പാർട്ട് ഉള്ളതാണ്, ഡൈനാമിക് പാർട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പൊളിറ്റിയിൽ ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് വരുവാണ്, ഒരു പുതിയ ഇഷ്യൂ ആണ്, ഒരു അമെൻമെന്റ് ബില്ല് വന്നു, 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. അത് ഡൈനാമിക് പാർട്ടാണ്, കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ കാണും ഇതിനകത്ത് ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ് എക്സെട്രാ. ഈ എക്സെട്രാ എന്താ വരുന്നത്? ഇതിനകത്ത് വരുന്ന ചേഞ്ചസ് ആണ് ഈ എക്സെട്രയിൽ പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ലെജിസ്ലേഷൻ നമ്മൾ വരുവാണ്, ആ ഇമ്പോർട്ടന്റ് ലെജിസ്ലേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് കറണ്ട് ഇഷ്യൂസിൽ വരും. ഓക്കെ, അപ്പൊ അതും നമ്മൾ കവർ ചെയ്യും. അപ്പൊ ഈ പൊളിറ്റി എന്ന് പറയുന്ന പാർട്ടിലും സ്റ്റാറ്റിക് പാർട്ടും വരും. ഈ എക്സെട്ര എന്ന് കൊടുത്തേക്കുന്നത് അതിന് ഡൈനാമിക് പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കണ്ടത്? എക്കണോമിന്നും പൊളിറ്റിന്നും അങ്ങനെ 18 to 20 ക്വസ്റ്റ്യൻസ് വരും. ദെൻ ജോഗ്രഫി. ജോഗ്രഫി വിൽ ഗെറ്റ് അറൌണ്ട് 15 ക്വസ്റ്റ്യൻസ്. അപ്പൊ ജോഗ്രഫി നമുക്ക് രണ്ടായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ശരിക്കും മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് വരും, മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് വരും. ജോഗ്രഫി കോർ കൺസെപ്റ്റ്സ് എന്ന് നമുക്ക് ചോദ്യങ്ങൾ വരും, കോർ കൺസെപ്റ്റ്സ്. അപ്പൊ മാപ്പിംഗ് നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 5 ചോദ്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്. മാപ്പിംഗ് ഒരു 5 ചോദ്യം കിട്ടും. കോർ കൺസെപ്റ്റ്സ് അനദർ ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഇനി അടുത്ത് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിലും ഏകദേശം നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എൻവയോൺമെന്റിൽ നമുക്ക് ഏകദേശം 15 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിയാണ് എന്ത്? കറണ്ട് അഫയേഴ്സ്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് കറണ്ട് അഫയേഴ്സിലും വരും. ഇങ്ങനെയാണ് നമ്മുടെ പ്രിലിംസിന്റെ മാർക്ക് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം പ്രിലിംസിന്റെ സിലബസ് ഓക്കെ ആണല്ലോ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇപ്പം പോകുന്നില്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെയും നമുക്ക് ഒരു ഡീറ്റെയിലിംഗും കൊടുത്തിട്ടില്ല അല്ലേ? ഇതിന്റെ അകത്ത് കുറേ കാര്യങ്ങൾ വരും. ഏൻഷ്യന്റിന്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, മിഡീവലിന്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എക്കണോമിയുടെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതിന് കുറേ മൈക്രോ തീംസ് വരും.
ഓക്കെ, മൈക്രോ തീംസ് നമ്മൾ എപ്പോൾ കവർ ചെയ്യാം? നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെ ഓറിയന്റേഷന്റെ ടൈമിൽ നമുക്ക് മൈക്രോ തീംസ് കവർ ചെയ്ത് പോവാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മൈക്രോ തീംസിന്റെ ഒരു ലിസ്റ്റ് തരും, ഒരു എക്സൽ ഷീറ്റ് തരും. ഈ എക്സൽ ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ഇപ്പൊ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്തിടാം. ഈ ഒരു അടുത്ത ടോപ്പിക് കവർ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ടിക്ക് ചെയ്തിടാം. ഇങ്ങനെ ഞാനൊരു കംപ്ലീറ്റ് എല്ലാ സബ്ജക്ട്സിന്റെയും ഒരു എക്സൽ ഷീറ്റ് തരും. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും അവിടെ ഒരു ടാബ് ഉണ്ടാവും, ക്ലാസ് കഴിഞ്ഞോ, ക്ലാസ് ആൻഡ് റിവിഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടുക, റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടാം. ഇങ്ങനത്തെ ഒരു ടാബിൽ ഒരു എക്സൽ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ പ്രിലിംസ് ഓക്കെ ആണല്ലോ. ഇതാണ് പ്രിലിമിനറി എക്സാം. അപ്പൊ പ്രിലിംസിന്റെ GSന്റെ സിലബസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇതുപോലെ തന്നെ CSATനും സിലബസ് ഉണ്ട്, സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിന് 3 പാർട്ടാണുള്ളത് പറഞ്ഞേ. ഒരു ഇംഗ്ലീഷ് പാർട്ട് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ആൻഡ് മാത്സ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ CSAT ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ടല്ലേ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദി കാൻഡിഡേറ്റ്സ് ടു അപ്പിയർ ഇൻ ബോത്ത് ദി എക്സാം. ഓക്കെ, ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇതൊരു 10th ലെവൽ ആണ്, ക്ലാസ് 10 ലെവൽ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല നമുക്ക് ചോദ്യം വരുന്നത്. നമുക്ക് ഹയർ സ്റ്റാൻഡേർഡ്സിന്റെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്കിവിടെ, നല്ല ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ 10th ലെവൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല UPSCക്ക്. UPSC എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അവർക്ക് എന്ത് വേണേലും ചെയ്യാം. അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണ്? ഈ 5 ലക്ഷം പേര് അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ ഒരു 1000 പേരെ സെലക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കണം. ഇതാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ അവർക്കെതിരെ നമ്മളൊരു കേസ്, ഇപ്പൊ ഒരുപാട് കേസുകളുണ്ട്. CSAT ടഫായി, CSATന്റെ 10th സിലബസിലല്ല ചോദ്യം വന്നേക്കുന്നത് എന്ന് പറഞ്ഞ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. CSAT ടഫാണ്. അപ്പൊ നമ്മൾ ഇനി CSATന്റെ എന്താണ്? കോംപ്രിഹെൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇതാണ് ഇംഗ്ലീഷ് പാർട്ട്. ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്? ഒരു കോംപ്രിഹെൻഷൻ തരും. ഈ കോംപ്രിഹെൻഷന്റെ ബേസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അസ്യൂം ചെയ്യാം, എന്തൊക്കെ ഇൻഫർ ചെയ്യാം, എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കോംപ്രിഹെൻഷന്റെ ക്രക്സ് എന്താണ്, ഇതിന്റെ മീനിങ് എന്താണ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ കോംപ്രിഹെൻഷൻ പാർട്ടിൽ കിട്ടുന്നത്. രണ്ടാമത് എന്താണ്? ലോജിക്കൽ റീസൺ, അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ജനറൽ മെന്റൽ എബിലിറ്റി. അപ്പൊ ഇതാണ് നമുക്ക് CSATന്റെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. CSATന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ CSATന്റെ ഓരോ ടോപ്പിക്കും നമുക്ക് എങ്ങനെയാണ് പോകുന്നത്, ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഇതിന്റെ സിലബസ് ഡീകോഡിംഗ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് CSATന്റെ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ 33% മാർക്ക് മതി. 66 അല്ല, 66.6 മാർക്സ് വേണം. 66.67 മാർക്സ് കിട്ടിയാലേ നമ്മൾ ഈ ഒരു എക്സാം പാസ്സാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ GS1ന്റെ മാർക്ക് നോക്കും. GS1ൽ നമ്മൾ ആദ്യത്തെ 13,000 പേരിൽ വരുവാണെങ്കിൽ we'll get through the preliminary stage. അവിടെ തീർന്നു പ്രിലിംസിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ പ്രിലിമിനറി എക്സാം നമുക്ക് മറക്കാം. കാരണം നമ്മുടെ ഫൈനൽ ലിസ്റ്റിൽ നമ്മുടെ പേര് വരണമെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ അതിന്റെ മാർക്ക് നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി എന്തിലേക്ക് പോവാം? നമ്മുടെ മെയിൻസിലേക്ക് പോവാം. നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ എല്ലാവരും കണ്ടല്ലോ. 100 questions, 200 marks, 2 hours. ഇതാണ് മെറിറ്റിൽ സ്വീകരിക്കുന്നത്. ഇത് മെറിറ്റിൽ സ്വീകരിക്കത്തില്ല CSAT. ഇത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത ഇതും കൂടെ നമുക്ക് കാണാം. CSATന്റെ കഴിഞ്ഞ GSന്റെ കഴിഞ്ഞ 5 വർഷത്തെ കട്ട് ഓഫ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. 2021 GSന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 87 മാർക്കാണ്. 87.54 മാർക്ക്. എത്രയിലാണ്? 200. 50% മാർക്ക് നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? 50% നമുക്ക് മേടിക്കണോ? അതിൻ്റെയും ആവശ്യമില്ല. 50%നും താഴെയാണ് നമ്മുടെ കട്ട് ഓഫ്. അതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാൻ നമുക്ക്? ചില്ലറക്കളി അല്ല ഇവിടെ നമ്മൾ കളിക്കാൻ പോകുന്നത്. എക്സാം ടഫാണ്. ഓക്കെ, അടുത്ത 2022 കുറച്ചും കൂടെ കൂടി 88 നിങ്ങൾ 2023 പേപ്പർ നോക്കി കട്ട് ഓഫ് എത്രയാണെന്ന്. 2023 പേപ്പർ കണ്ടോ? 75 മാർക്കായിരുന്നു കട്ട് ഓഫ്. 200ലാണേ. 200ൽ 75 മാർക്ക് കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ പേപ്പർ എങ്ങനെയുള്ള പേപ്പർ ആയിരിക്കുമെന്ന്. അത്രമാത്രം ടഫായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു 2023 വന്നത്. പാറ്റേൺ എല്ലാം UPSC ചേഞ്ച് ചെയ്തു. UPSC ചോദ്യം ചോദിക്കുന്നതിന്റെ രീതിയും എല്ലാം ചേഞ്ച് ചെയ്തു 2023. കുറെ പേര് CSATും ഫെയിൽ ആയിപ്പോയി. CSAT ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു 2023.
ഏകദേശം നമുക്ക് ഒരു 3-4 ലക്ഷം പേര് 3.5-4 ലക്ഷം പേര് 3 ലക്ഷം പേരോളം നമുക്ക് CSAT പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച്, ഒരു സർവേ അനുസരിച്ച് ഏകദേശം എന്തോ 75,000 സ്റ്റുഡൻസ് മാത്രമേ അന്ന് CSAT പാസ്സായിട്ടുള്ളൂ 2023. ഓക്കെ, അപ്പം ഈ ഒരു പേപ്പർ വളരെ ടഫായിരുന്നു. ഇതിനെക്കാട്ടിലും ടഫായിരുന്നു 2026 പേപ്പർ. 2026 പേപ്പർ ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. 2023 പേപ്പറെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അത്ര ടഫായിരുന്നു. ഇപ്പം 2-3 ദിവസം മുന്നേ കഴിഞ്ഞ പേപ്പർ 26 പേപ്പർ. ഞാൻ 26 പേപ്പർ ഇവിടെ എടുക്കാത്തതിന് കാരണം എന്താണ്? 26 ഒരുപാട് അബ്സൈഡ് ആയിട്ടും വേഗമായിട്ടും കുറേ ചോദ്യങ്ങൾ വന്നു. അങ്ങനെ ഒരു ചോദ്യ പേപ്പർ അടുത്ത വർഷം വരില്ല. അത്രയും മേ ബി ഞാൻ പറയുവാണെങ്കിൽ ഒരു ബിലോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് 2026 വന്നത്. ഓക്കെ, എനിവേ ലെറ്റ്സ് ലീവ് ദാറ്റ്. വീണ്ടും 2024 പോയപ്പം കട്ട് ഓഫ് കുറഞ്ഞത് കണ്ടോ? കട്ട് ഓഫ് കുറഞ്ഞു. 2025 വന്നപ്പോൾ 92. അപ്പൊ നമ്മൾ എന്താ എയിം ചെയ്യണ്ടേ? ഇതിനകത്ത് മനസ്സിലാക്കാം, നമ്മൾ ഇൻ ആൻഡ് അറൌണ്ട് നമുക്കൊരു 50% സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു 100 മാർക്കിലേക്ക് എത്തിയ, 200 മാർക്കൊന്നും ഇവിടെ ആരും മേടിക്കണ്ട, 100 മാർക്കിലേക്ക് എത്തിയാൽ മതി. എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻസ്, എത്ര നെറ്റായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ശരിയാവണം? 50 ചോദ്യം ശരിയാവണം. ഞാൻ പറഞ്ഞ നെഗറ്റീവ്സും കൂടെ കൂട്ടിയാണ്. 50 ചോദ്യം നമ്മൾ 100 ശരിയാക്കി കഴിഞ്ഞാൽ, നെറ്റ് 50 ക്വസ്റ്റ്യൻസ് ശരിയാക്കി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ത്രൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്. ഇത് ഓരോ കാറ്റഗറിക്കും കട്ട് ഓഫ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് കട്ട് ഓഫ് ആണ് വരുന്നത്. നിങ്ങൾ EWS കാറ്റഗറി ആണെങ്കിൽ 7 മാർക്ക് കുറവാണ് ഇവിടെ. വീണ്ടും 80 മാർക്കേ ഉള്ളൂ. കണ്ടോ? 6 മാർക്ക് കുറവ്, ഇവിടെ 8 മാർക്ക് കുറവ്. അങ്ങനെ ഓരോ ചേഞ്ചസ് കണ്ടോ? ഇവിടെ വന്നപ്പോൾ എന്താണ്? അതിന്റെ ഡിഫറൻസ് വളരെ മിനിമമായി, 3 മാർക്കിന് വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കട്ട് ഓഫ്സ് ആണ്. OBCക്ക് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ എന്താണ് 92.6 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ 92 മാർക്ക് മേടിക്കണം. അപ്പോൾ OBCയും ജനറൽ കാറ്റഗറിയും തമ്മിൽ പ്രിലിംസിന് അത്ര വലിയൊരു അന്തരമില്ല, പക്ഷെ മെയിൻസിന് നല്ലൊരു വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കട്ട് ഓഫ്. ഇനി അടുത്ത ഇപ്പൊ എന്താണ്? 13,000 പേര് പാസ്സായി പ്രിലിംസ്. 13,000 പേര് പാസ്സായി മെയിൻസിലേക്ക് വരിക. ഇനി മെയിൻസ് എങ്ങനെയാണ് നമ്മുടെ എക്സാം? മെയിൻസിൽ എങ്ങനെയാണ് നമുക്ക് എക്സാം വരുന്നത്? എത്ര പേപ്പർ ഉണ്ടെന്നറിയോ മെയിൻസ് എഴുതാൻ? ടോട്ടൽ എത്ര പേപ്പർ ഉണ്ടെന്നറിയോ മെയിൻസിന്? മെയിൻസിന് നമുക്ക് 9 പേപ്പറാണുള്ളത്. 9 പേപ്പർ ഉണ്ട്. അപ്പൊ നമുക്കൊരു ഫ്രൈഡേ ആയിരിക്കും മെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് 23rd തോന്നുന്നു. ഒരു ഫ്രൈഡേ ആണ് മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വർഷത്തെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് 20th. അപ്പൊ ഫ്രൈഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഫ്രൈഡേ നമുക്ക് ഒരു പേപ്പർ കാണും. സാറ്റർഡേ നമുക്ക് 2 പേപ്പർ കാണും. സൺഡേ വീണ്ടും നമുക്ക് 2 പേപ്പർ കാണും. ഇവിടെ കറക്കി കുത്തുവാണോ? അല്ല, ഇവിടെ നമ്മൾ 3 മണിക്കൂർ ഇരുന്ന് എഴുതാൻ പോവാണ്. 3 hours ആണ് ഇവിടുത്തെ ഓരോ പേപ്പറും. ഇവിടെ 3 മണിക്കൂർ എഴുതുന്നു, ഇവിടെ 2 പേപ്പർ 6 മണിക്കൂർ എഴുതുന്നു, ഇവിടെ 2 പേപ്പർ 6 മണിക്കൂർ നമ്മൾ എഴുതാൻ പോവാണ്. ഇതിന് ശേഷം നമുക്കൊരു 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് സാറ്റർഡേയിൽ അഗെയിൻ വി ഹാവ് 2 പേപ്പേഴ്സ്. സൺഡേയിൽ വീണ്ടും നമുക്ക് 2 പേപ്പർ വരും. ഇപ്പൊ എത്ര പേപ്പറായി? 1, 5, 7 1, 3, 5, 7, 9 ടോട്ടല് 9 പേപ്പറാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരാഴ്ച ഗ്യാപ്പിൽ. 9 × 3 മണിക്കൂർ 27 മണിക്കൂറാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ഒരാഴ്ചയിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് എത്ര മണിക്കൂർ? 27 മണിക്കൂർ. ഇനി നമ്മൾ കാണും 1 മണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ 1 മിനിറ്റിൽ നമ്മൾ എത്ര വാക്കുകൾ എഴുതണമെന്ന് നമ്മൾ കാണും. ഈ ഒരു സമയം ആവുമ്പോഴത്തേക്കും, ഈ ഒരു പേപ്പർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഏകദേശം തീരുമാനമാവും. ഇതിന് GS 4 പേപ്പറാണ്, എത്തിക്സിന്റെ പേപ്പറാണ്. ഈ ഒരു ആദ്യത്തെ വീക്കിൽ സൺഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൈ നല്ല പണി തന്നു തുടങ്ങും.
പിന്നെ പെയിൻ കില്ലറൊക്കെ വെച്ചിട്ടാണ് പിള്ളേർ വന്ന് മെയിൻ എക്സാം എഴുതുന്നത്. മെയിൻ എക്സാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രിലിംസ് ജസ്റ്റ് ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് കേട്ടോ. നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ മറന്നു കളയാ പ്രിലിംസ്. മെയിൻ എക്സാമിനേഷൻ അങ്ങനെയല്ല. മെയിൻ എക്സാമിനേഷൻ നമ്മുടെ മെറിറ്റിൽ കൗണ്ടഡ് ആണ്. നമ്മുടെ ഫൈനൽ മാർക്കിൽ മെയിൻ എക്സാമിനേഷന്റെ മാർക്സ് ആഡഡ് ആണ്. ഓക്കെ, കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം മെയിൻ എക്സാമിനേഷൻ ആണ്. കാരണം ഇന്റർവ്യൂ എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. നമുക്ക് കിട്ടുന്ന ബോർഡ് അനുസരിച്ചിരിക്കും ചിലപ്പോൾ നമ്മുടെ മാർക്ക്. നമ്മൾ എത്ര പെർഫോം ചെയ്താലും ചിലപ്പോൾ ആ ബോർഡ് അത്ര മാർക്ക് തരുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്റർവ്യൂവിന് അധികം മാർക്ക് കിട്ടില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്താണ്? ഈ മെയിൻ എക്സാമിനേഷൻ ആണ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് എന്തിനാണ്? ഈ ഒരു സ്റ്റേജിനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പ്രിലിമിനറി സ്റ്റേജിനല്ല ഫോക്കസ് ചെയ്യേണ്ടത്. പ്രിലിമിനറി സ്റ്റേജ് കൊണ്ട് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അച്ചീവ്മെന്റ്. പക്ഷെ മെയിൻ എക്സാമിനേഷൻ പാസ്സായില്ലെങ്കിൽ ഇറ്റ് ഈസ് ദ വേർസ്റ്റ് കൈൻഡ് ഓഫ് അച്ചീവ്മെന്റ് ദാറ്റ് യു വിൽ എവർ ഗെറ്റ്. അപ്പൊ നമ്മൾ എന്തിനാണ് പ്രിപ്പയർഡ് ആവണ്ടേ? നമ്മളെ ഏത് വർഷം നമ്മൾ പ്രിലിംസ് പാസ്സാവുന്നോ ആ വർഷം നമ്മൾ സർവീസിൽ കയറണം. ആ വർഷം സർവീസിൽ കയറണമെങ്കിൽ ഈ ഒരു GS മെയിൻസ് നമ്മുടെ റെഡി ആയിരിക്കണം. ഇനി നമുക്ക് മെയിൻസ് പേപ്പറിലേക്ക് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 9 പേപ്പറാണ് നമുക്ക് ഉള്ളത്. ഈ 9 പേപ്പറിൽ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ഈ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ഇത് രണ്ടും ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഒരെണ്ണം കമ്പൽസറി ഇംഗ്ലീഷ് ലാംഗ്വേജ് വരും. ദെൻ ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? മലയാളമായിരിക്കും നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് ലാംഗ്വേജ് ഓഫ് അവർ ചോയ്സ്. എല്ലാ ലാംഗ്വേജും അതല്ല, അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ലാംഗ്വേജ് ഓഫ് അവർ ചോയ്സ്. ഇത് രണ്ടും എത്ര മാർക്കിനാണ് വരാൻ പോകുന്നത്? നമുക്ക് 300 മാർക്സിനാണ് ഇവിടെ നമുക്ക് പേപ്പർ വരുന്നത്. ഈ 2 പേപ്പർ നമുക്ക് 300 മാർക്കിനാണ് നമുക്ക് വരുന്നത്. ക്വാളിഫയിങ് പേപ്പേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 2 മാർക്ക് 300 മാർക്കിനാണ്. പേപ്പർ 300 മാർക്കിന് വളരെ എളുപ്പമാണ് ഈ പേപ്പർ. ഈ പേപ്പർ നിങ്ങൾ ആരും തന്നെയും പാസ്സാവാതിരിക്കത്തില്ല, എല്ലാവരും പാസ്സാവും ഈ പേപ്പർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 300ൽ നമുക്ക് 25% മാത്രം മേടിച്ചാൽ മതി ഇത് പാസ്സാവാൻ. ഓരോ പേപ്പറിലും നമുക്ക് 25% മാർക്ക് മതി. അപ്പം ഇവിടെ എത്ര മാർക്ക് വേണം? 75 മാർക്ക് മേടിക്കണം. ഇവിടെയും നമ്മൾ 75 മാർക്ക് മേടിക്കണം. ഈ 300 നമുക്ക് 75 മാർക്ക് കിട്ടിയാൽ മതി നമ്മൾ ഈ പേപ്പർ പാസ്സാവും. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഇപ്പൊ 2 പേപ്പർ ഇവിടെ കഴിഞ്ഞേ. 9ൽ 2 അവിടെ തീർന്നു. ആ 2 ക്വാളിഫയിങ് പേപ്പർ ആയിരുന്നു. 2 ക്വാളിഫയിങ് പേപ്പർ ആയിരുന്നു. ഇനി അടുത്ത ഇതിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് പേപ്പർ 1 essay. essay ആണ് നമുക്ക് ആദ്യത്തെ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, അന്നാണ് നമുക്ക് essay വരുന്നത്. നമ്മൾ കണ്ടു ഒരു ഫ്രൈഡേ ഓഗസ്റ്റ് 20 നമുക്ക് ഒരു എക്സാമേ ഉള്ളെന്ന് പറഞ്ഞു. ആ ഒരു ദിവസം ഏത് പേപ്പറാണ് വരുന്നത്? നമുക്ക് ഫസ്റ്റ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് essay നിന്നാണ്. essay എത്ര മാർക്കിനാണ് വരുന്നത്? 250 മാർക്സിനാണ് നമുക്ക് essay വരുന്നത്. 2 essay ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 125 മാർക്കിന്റെ 2 essay ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ എത്രയാണ് നമ്മുടെ വേർഡ് ലിമിറ്റ് വരുന്നത്? 1000 to 1200 വേർഡ്സിലാണ് നമ്മൾ ഒരു essay എഴുതേണ്ടത്. ഓക്കെ, 1000 to 1200 വേർഡ്സ് പറഞ്ഞാൽ നമ്മൾ ഒരു 10 to 12 പേജസ് നമ്മൾ എഴുതണം. ഒരു 10 to 12 പേജസ് ആണ് നമ്മൾ ഓരോ essay നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ നമുക്ക് 2 essay ആണ് ഉള്ളത്. ഇനി അടുത്ത ലിസ്റ്റ് GS പേപ്പേഴ്സ് ആണ് നമുക്ക് അടുത്ത വരുന്നത്. അപ്പൊ പേപ്പർ 1 കഴിഞ്ഞു. ഇനി നമുക്ക് പേപ്പർ 2, 3, 4 and 5. ഇത് GS1, ഇത് GS2, ഇത് GS3 and this is GS4. ഇങ്ങനെ 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ആണ് നമുക്ക് അടുത്തത് വരുന്നത്. അപ്പം സാറ്റർഡേ സൺഡേ, ഫ്രൈഡേയിൽ നമുക്ക് essay കഴിഞ്ഞു. പിന്നെ സാറ്റർഡേ സൺഡേയിൽ നമുക്ക് 4 GS പേപ്പർ വരും. ആദ്യത്തെ സാറ്റർഡേയിൽ ഏതാണ് നമുക്ക് വരുന്നത്? രാവിലെ GS1, ഉച്ച കഴിഞ്ഞിട്ട് GS2. അടുത്ത സൺഡേയിൽ നമുക്ക് രാവിലെ GS3, ഉച്ച കഴിഞ്ഞിട്ട് GS4. ഇതിന് ഓരോന്നിനെയും മാർക്ക് എത്രയാണ്? 250 മാർക്കാണ് ഇതിന് ഓരോന്നിനും വരുന്നത്. ഓരോ പേപ്പറിന്റെ മാർക്ക് 250 മാർക്സ് ആണ് ഇവിടെ വരുന്നത്.
ഓക്കെ, അപ്പൊ ഇതിനകത്ത് ടോട്ടൽ എത്രയായി? 1000 ആയില്ലേ? 250 into 4 1000 മാർക്കായി. അപ്പൊ ഇത് നെക്സ്റ്റ് പാർട്ട്. ഇതിപ്പോ നമ്മുടെ GS പേപ്പേഴ്സ് വരുന്നു. ഇനി അടുത്ത നമുക്ക് എന്താണ് വരുന്നത്? ഓപ്ഷണൽ. ഓപ്ഷണലിന് നമുക്ക് എത്ര പേപ്പർ ഉണ്ട് ഓപ്ഷണലിന്? അഗെയിൻ ഓപ്ഷണലിന് നമുക്ക് 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എത്ര മാർക്കിനാണ്? 250 മാർക്കിനാണ്. പേപ്പർ 2ഉം 250 മാർക്കിനാണ്. പേപ്പർ 1 നമുക്ക് 250 മാർക്കിനാണ്. പേപ്പർ 2 നമുക്ക് 250 മാർക്കിനാണ്. ഇനി ടോട്ടൽ അപ്പം മെയിൻ എക്സാമിനേഷൻ എത്ര മാർക്കിനാണ് വരുന്നത്? നമ്മുടെ മെറിറ്റിൽ കൺസിഡർ ചെയ്യുന്ന എത്ര മാർക്കാണ് മെയിൻ എക്സാമിനേഷന്? ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കിയേ. ടോട്ടൽ നിങ്ങൾ മെയിൻ എക്സാമിനേഷൻ എത്ര മാർക്കിന് എഴുതാൻ പോന്നെ? നമ്മൾ എസ് എ പേപ്പർ കണ്ടു 250, 4 GS പേപ്പർ കണ്ടു 1000 പ്ലസ് പിന്നെന്താ കണ്ടേ? ഓപ്ഷണൽ പേപ്പർ 2 എണ്ണം 250, 250, 500. അപ്പൊ എല്ലാം കൂടെ എത്ര മാർക്കായി? 1750. ഈ 1750 മാർക്കിലാണ് നമ്മുടെ മെറിറ്റ്, നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഈ 1750 മാർക്കാണ്. ഈ 300 മാർക്ക് ഇവിടെ മെറിറ്റിൽ എടുക്കില്ല. ഓക്കെ, ഈ 2 ക്വാളിഫയിങ് പേപ്പറിന് മെറിറ്റ് എടുക്കില്ല. അതിനകത്ത് 75 മാർക്സ് നമുക്ക് കിട്ടിയാൽ മതി. ഇപ്പൊ ഇംഗ്ലീഷ് പേപ്പറിനും മലയാളം പേപ്പറിനും അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ലാംഗ്വേജ് ആണെങ്കിൽ ആ ഒരു പേപ്പറിന് 75 മാർക്ക് കിട്ടിയാൽ മതി, നമ്മൾ ക്വാളിഫൈ ചെയ്യും. ഇവിടെ നമ്മൾ എത്ര പേർക്കിലാണ് എഴുതുന്നത്? 1750. നമ്മുടെ മെറിറ്റ്, നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന എത്ര മാർക്കിലാണ്? ഇവിടെ മെയിൻ എക്സാമിനേഷനിലല്ല, നമ്മുടെ ഇനി ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. മെയിൻ എക്സാമിനേഷൻ നമ്മൾ മെറിറ്റിൽ എത്രയാണ് കൺസിഡർ ചെയ്യുന്നത്? 1750 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ GS പേപ്പർ എടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ എസ് ഐക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്? എസ് ഐക്ക് വരുന്നത് 2 SA പേപ്പർ ആണ് വരുന്നത്. രണ്ടും 125 മാർക്കിന് 1000 SA പേപ്പർ എന്നാ വരുന്നത്? എങ്ങനെ വരുന്നത്? 2 questions 1000 to 1200 words ആന്ന് പറഞ്ഞാൽ ഏകദേശം 10 to 12 pages വരും. ടോട്ടൽ 250 മാർക്സ് വരും. ഇനി GS പേപ്പർ എത്ര മാർക്കിനാണ് വരുന്നത്? GS1 അല്ലെങ്കിൽ GS2, GS3, GS4. ഓക്കെ, GS പേപ്പർ എത്ര മാർക്കിനാണ് വരുന്നത്? 250 മാർക്സിനാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് എങ്ങനെയാ മാർക്ക് ഡിവിഷൻ എങ്ങനെയാ വരുന്നത്? വി ഹാവ് 20 questions. 20 ചോദ്യമാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ 20 ക്വസ്റ്റ്യനിൽ 10 എണ്ണം 10 മാർക്സിനായിരിക്കും, 10 എണ്ണം 15 മാർക്സിനായിരിക്കും നമുക്ക്. GS ക്വസ്റ്റ്യനിൽ 10 എണ്ണം നമുക്ക് 10 മാർക്കിനും 10 ക്വസ്റ്റ്യൻ നമുക്ക് 15 മാർക്കിനും. ഇവിടുത്തെ വേർഡ് ലിമിറ്റ് എത്രയാണ്? വി ഹാവ് ടു റൈറ്റ് ആൻ ആൻസർ ഇൻ 150 words. 15 മാർക്കിന്റെ നമ്മൾ വി ഹാവ് ടു റൈറ്റ് ആൻ ആൻസർ ഇൻ 250 words. ഇവിടെ ഇത് വേർഡ്സിലല്ല ഇവിടെ ക്യാച്ച് ഇരിക്കുന്നത്. നമുക്ക് UPSC പേപ്പറിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ കിട്ടുന്ന പോലെ എക്സ്ട്രാ പേപ്പർ തന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ബുക്ക്ലെറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് UPSC നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 10 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് വിൽ ഗെറ്റ് 2 pages എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ അതിന്റെ 2 പുറം നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനൊരു പുറം, ഇങ്ങനെ 2 പുറമാണ് നമുക്ക് ഈ ഒരു 10 മാർക്കിന്റെ ചോദ്യം എഴുതാൻ കിട്ടുന്നത്. 50 മാർക്കിന്റെ ആണെങ്കിലോ വിൽ ഗെറ്റ് 3. ഇങ്ങനെ 3 പുറമാണ് നമുക്ക് ഉണ്ട്. അപ്പൊ ഈ മെയിൻസിലെ എക്സാമിൽ നമ്മൾ വേർഡ് ലിമിറ്റ് നോക്കണം, 3 മണിക്കൂറിൽ എഴുതാൻ പറ്റണം, നമ്മുടെ സ്പേസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ഈസി കാര്യമാണോ ഈ ഒരു 3 മണിക്കൂറിൽ ഇത്രയും കാര്യം ചെയ്യുന്നത്? ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇനി അപ്പൊ 150 വേർഡ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ എത്ര വേർഡ്സിനാണ് നമ്മൾ ഒരു GS പേപ്പർ എഴുതുന്നത്? ടോട്ടൽ നമ്മൾ 150 into 10
250 into 10. 2500 plus 1500. ടോട്ടൽ എത്ര വാക്കിനെ നമ്മൾ എഴുതാൻ പോന്നെ? 4000 വേർഡ്സ് ആണ് നമ്മൾ എത്ര മണിക്കൂറിൽ എഴുതുന്നത്? 3 മണിക്കൂറിൽ എഴുതുന്നത്. 3 മണിക്കൂറിൽ എഴുതുന്നത്. 4000 വാക്കുകളാണ് നിങ്ങൾ 3 മണിക്കൂറിൽ എഴുതാൻ പോകുന്നത്. അപ്പൊ 4000 വാക്കുകൾ എഴുതണമെങ്കിൽ 1 മിനിറ്റിൽ നമ്മൾ ഏകദേശം എത്ര വാക്കുകൾ എഴുതേണ്ടി വരും? ഏകദേശം 22 to 23 വേർഡ്സോളം നമ്മൾ 1 മിനിറ്റിൽ എഴുതേണ്ടി വരും. ഇവിടെയാണ് ഡിഫിക്കൽട്ട് ടാസ്ക് വരുന്നത്, അല്ലേ? നമ്മൾ 3 അവേഴ്സിൽ ഇത്രയും 4000 വേർഡ്സ് എഴുതണം. ഈ 3 അവേഴ്സിൽ നമ്മൾ ടൈം മാനേജ് ചെയ്ത് ഓരോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും നമുക്ക് എത്ര മിനിറ്റ് കിട്ടും? ഓരോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും നമുക്ക് 7 മിനിറ്റേ കിട്ടത്തുള്ളൂ. ഒരു 10 മാർക്കിന്റെ ചോദ്യത്തിന് നമുക്ക് 7 മിനിറ്റേ കിട്ടത്തുള്ളൂ എഴുതാൻ. എന്താ പറയുക, 150 വാക്കുകൾ നമ്മൾ 7 മിനിറ്റ് കൊണ്ട് എഴുതണം. അപ്പൊ നമുക്ക് ടോട്ടൽ 70 മിനിറ്റ്സ് ഉണ്ട്. എന്തിന്? 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഓരോ 15 മാർക്കിനും വി വിൽ ഗെറ്റ് 11 മിനിറ്റ്സ്. അപ്പൊ ടോട്ടൽ നമുക്ക് 110 മിനിറ്റ്സ് വരും. 110 പ്ലസ് 70 180. 3 മണിക്കൂർ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എത്രമാത്രം എഴുതണമെന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ ദിവസം നമ്മൾ 1000 to 1200 വേർഡ്സ് നമ്മൾ എഴുതുന്നുണ്ട്, അല്ലെ? 3 അവേഴ്സ്. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 2400 വാക്കുകൾ അവിടെ എഴുതുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം നമ്മൾ 8000 വാക്കുകളാണ് ഒരു ദിവസം എഴുതുന്നത്. എത്ര പേന നിങ്ങൾ എടുക്കാൻ പോവാന്നറിയോ ഇനി എക്സാം എഴുതി? മൂന്നാമത്തെ ദിവസം 8000, പിന്നെ 5 ദിവസം ബ്രേക്ക്, വീണ്ടും ഇത്രയും വാക്കുകളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഇതാണ് മെയിൻ എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ മെയിൻ എക്സാമിനേഷൻ എത്ര മാർക്കിനാണ്? 1750 മാർക്കിനാണ്. എസ് എ പേപ്പറിൽ ഇവിടെ ഡിഫറെന്റ് ആണ്. എസ് എ പേപ്പർ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അല്ല, എസ് എ അല്ല, സോറി, ഓപ്ഷണൽ പേപ്പർ. ഓപ്ഷണൽ പേപ്പറിൽ നമുക്ക് 4 ചോദ്യങ്ങളാണ് ഓരോ ഓപ്ഷണൽ പേപ്പറിലും. ഇപ്പൊ ഓപ്ഷണലിൽ നമുക്ക് 2 പേപ്പർ ഉണ്ട്. നിങ്ങളിപ്പോ ഏത് ഓപ്ഷൻ, നിങ്ങൾക്ക് ഏകദേശം ഒരു 24-25 ഓപ്ഷണൽസ് പ്ലസ് ലിറ്ററേച്ചർ സബ്ജക്ട്സ് നമുക്ക് UPSC കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓപ്ഷണലായിട്ട്. ഈ ഓപ്ഷണൽ ഏത് ലെവലിലാണ് പഠിക്കുന്നത്? നമ്മൾ ഗ്രാജുവേഷൻ ലെവലിലും അല്ല, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലും അല്ല, അതിന്റെ ഇടയ്ക്കാണ്. വേണമെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ലെവലിലാണ് നമ്മൾ ഈ ഓപ്ഷണൽ സബ്ജക്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഡെപ്തിലാണ് നിങ്ങൾ ഓപ്ഷണൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഓപ്ഷണലിന് പേപ്പർ 1, പേപ്പർ 2 ഉണ്ട്. ഈ ഓരോ പേപ്പറിനെയും 2 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു സെക്ഷൻ എ, സെക്ഷൻ ബി. ഈ 2 പാർട്ടിലും നമുക്ക് എത്ര ചോദ്യം വെച്ചുണ്ട്? 4 ചോദ്യം വെച്ചുണ്ട്. 4 ക്വസ്റ്റ്യൻസ്, ഇവിടെയും 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഇതിനകത്ത് എങ്ങനെ നമ്പർ ചെയ്യുന്നത്? 1 to 8 ആയിരിക്കും നമുക്ക് നമ്പർ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ചോദ്യം കാണും? 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 സബ് ഡിവിഷൻസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 5 സബ് ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 സബ് ഡിവിഷൻ നമുക്ക് വരും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് 5 സബ് ഡിവിഷൻ, അല്ല, ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് നമുക്ക് സബ് ഡിവിഷൻസ് വരും. പക്ഷെ 2 സെക്ഷന്റെയും ആദ്യത്തെ ചോദ്യത്തില് നമുക്ക് ഇപ്പൊ ഇവിടെ സെക്ഷൻ, ഈ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ്, അല്ലെ? സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ക്വസ്റ്റ്യനിലാണ്. എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 സെക്ഷൻ എ കഴിഞ്ഞേ 6, 7, 8 സെക്ഷൻ ബി. അപ്പൊ സെക്ഷൻ എയുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 5 ചോദ്യം കാണും. സെക്ഷൻ ബിയുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 5 ചോദ്യം കാണും. ഈ 2 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. അങ്ങനെ ഈ 5 ക്വസ്റ്റ്യനും ഈ 5 ക്വസ്റ്റ്യനും നമ്മൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റും. ബാക്കി എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് അറിയാവോ? 2, 3, 4, 6, 7, 8 ഇങ്ങനെ 2 സെക്ഷൻസിൽ ഇനി നമുക്ക് 6 ചോദ്യം ഉണ്ടല്ലോ. ഈ 2 സെക്ഷൻസിലും 6 ചോദ്യം നമുക്ക് ഇനിയുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. 2 സെക്ഷനിലെയും ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ 2 സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്താം. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 2ാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, ഇവിടെ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ടോട്ടൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം? 250.
ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണ്ട. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഇവിടെ അറ്റൻഡ് ചെയ്യണം? 4 അല്ല, നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ സെറ്റും 50 മാർക്സിനായിരിക്കും. അത് ജസ്റ്റ് ഞാൻ പേപ്പർ എടുത്ത് കാണിച്ചാൽ ഇപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. 5 ചോദ്യമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വീണ്ടും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ രണ്ടിടത്ത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ then you have the liberty to choose any question. നമുക്ക് പിന്നെ സെക്ഷനിലെ ഈ ഒരു സെക്ഷനിലോ ഇത് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്രയാവും? ഇവിടെ നമ്മൾ 1, 2, 3 ചോദ്യം ഇവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല എന്താണ്, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, 5ാമത്തെയും 1, 2, പിന്നെ നമ്മൾ 3, 4. ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് സെക്ഷനിൽ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എവിടെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റുകളാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ സെറ്റിലും ഒരു 3 ചോദ്യം കാണുമായിരിക്കും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം അതിനകത്ത് 3 ചോദ്യം നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ 2 ചോദ്യം അറിയായിരിക്കും, ഒരെണ്ണം അറിയത്തില്ലായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ച് പിള്ളേർ ഗ്രാജുവേറ്റ്സ് ലെവൽ ഗ്രാജുവേഷനിലേക്ക് കയറുന്നവരായിരിക്കാം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആരും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓപ്ഷണൽ പേപ്പർ ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്നത് ഓരോ നമ്മൾ സിലബസ് നോക്കാം. എസ്സേ പേപ്പർ. കാൻഡിഡേറ്റ്സ് മേ ബി റിക്വയർഡ് ടു റൈറ്റ് എസ്സേസ് ഓൺ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. ഇവിടെ നമുക്ക് കുറെ എസ്സേസ് കാണും, ഒരു 8 എസ്സേ നമുക്ക് കാണും. ഈ 8 എസ്സേയിൽ നമുക്ക് 2 എസ്സേ ആണ് എഴുതേണ്ടത്. ഈ 8 എസ്സേസിൽ നമുക്ക് 2 സെക്ഷൻ ആയിട്ടായിരിക്കും പേപ്പർ ഡിവൈഡ് ചെയ്തേക്കുന്നത്, സെക്ഷൻ എ, സെക്ഷൻ ബി. ഇതിനകത്ത് ഓരോ സെക്ഷനിൽ നിന്ന് നമ്മൾ ഓരോ എസ്സേ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടി വരും. 125 മാർക്കിന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ എസ്സേ പേപ്പർ നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അതിന് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എസ്സേ പേപ്പർ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. Okay, they will be expected to keep closely to the subject of the essay, arrange their ideas in an orderly fashion and to write concisely. നമ്മൾ ഇവിടെ നമ്മൾ എന്താണ്, നിങ്ങൾ GS സബ്ജക്ട്സ് ആൻസർ എഴുതുന്ന പോലെ ഇവിടെ പോയിന്റ് ആയിട്ടോ അങ്ങനെ ഒന്നും ഇവിടെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് ഇറ്റ്സ് എസെൻഷ്യലി കൈൻഡ് ഓഫ് കോൺവെർസേഷൻ വിത്ത് ദി എക്സാമിനർ. നമ്മൾ എഴുതുന്നതിനൊരു തക്കതായിട്ടുള്ള ഒരു ഫ്ലോ ഒക്കെ നമുക്ക് കൊണ്ടുവരണം. പക്ഷെ അത് പ്രാക്ടീസിലൂടെ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ എസ്സേ കഴിഞ്ഞാൽ എന്താണ്, എസ്സേ 3 മണിക്കൂറിനാണ്, 250 മാർക്സിനാണ്. അടുത്ത വരുന്നതാണ് GS1. GS1ന്റെ അകത്ത് നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. GS1ന്റെ അകത്ത് എന്തൊക്കെയാണ്? നമ്മളെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. ഹിസ്റ്ററിയിൽ എന്തൊക്കെയുണ്ട്? ഇന്ത്യൻ കൾച്ചർ വരുന്നുണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ഫ്രം മിഡ് 18th ടു പ്രസന്റ്. മിഡ് 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ എന്താണ്? 1750 ടു പ്രസന്റ്. മോഡേണില് ഇങ്ങനെ വരുന്നുണ്ട്. ദെൻ വി ഹാവ് ഫ്രീഡം സ്ട്രഗിൾ, ഇതും ഹിസ്റ്ററിയുടെ പാർട്ടാണ്. ദെൻ വി ഹാവ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി. ഇത് ഇത്രയും ഹിസ്റ്ററിയുടെ പാർട്ടാണ് നമുക്ക് വരുന്നത്. ഇത്രയും നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും പ്രിലിംസിന് വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. എക്സെപ്റ്റ് ഈ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നുണ്ട്. നേരത്തെ ഒരു സിംഗിൾ ലൈനർ കണ്ടില്ലേ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത്? അത് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്തും കുറെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഹിസ്റ്ററി ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കേണ്ട ഏതാണ്? പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1947 ശേഷം ഉള്ള ഹിസ്റ്ററി നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അത് ഇവിടെ നമ്മൾ മെയിൻ എക്സാമിനേഷൻ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ മെയിൻ എക്സാമിനേഷൻ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് എവിടെ വേണ്ട? നമുക്ക് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന് ഈ 2 ഭാഗങ്ങളും നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ ഹിസ്റ്ററി വന്നേ, GS1 നമുക്ക് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ഉള്ളത് GS1? സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറയുന്നതും നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതല്ല. നമ്മൾ മെയിൻ എക്സാമിനേഷന് വേണ്ടി മാത്രമാണ് സൊസൈറ്റി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? മൺഡേ ടു വെനസ്ഡേ നമ്മൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സും തേഴ്സ്ഡേ ഫ്രൈഡേ നമ്മൾ മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും ആണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ മെയിൻ എക്സാമിനേഷന്റെ സമയത്താണ് നമുക്ക് സൊസൈറ്റി ക്ലാസ്സസ് ഒക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത റോൾ ഓഫ് വിമൻ. ഇതൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് വരുന്ന അല്ലെങ്കിൽ വൾണറബിൾ സെക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. എഫക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇതും സൊസൈറ്റിയുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, റോൾ ഓഫ് വിമൻ, എഫക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ, ഈ ഒരു 3 പാർട്ടും സൊസൈറ്റിയുടെ പാർട്ട്.
ഇനി അടുത്ത GS1 വരുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി വേൾഡ്സ് ഫിസിക്കൽ ജോഗ്രഫി, distribution of natural resources, factors for location of primary, secondary and tertiary and important geophysical phenomena. ഇതെന്താണ് ഈ ഒരു 3 പാർട്ടും? ജോഗ്രഫി. ഇതാണ് എവിടെ വരുന്നത്? GS1 സിലബസിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റും നമ്മൾ നോക്കും. അപ്പൊ ഇത് 250 മാർക്കിനാണ് നമ്മൾ ഇത് എഴുതാൻ പോകുന്നത്. ഇനി അടുത്ത, അപ്പൊ ഇതിനകത്ത് ഓവർലാപ്പിംഗ് ടോപ്പിക്സ് ഉണ്ടല്ലേ. നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയും മെയിൻ എക്സാമിനേഷന് വേണ്ടിയും സിമിലർ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കുന്നത്. മെയിൻ എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ നോക്കും. അപ്പൊ ഇതിനകത്ത് GS2 വരുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സാണ് വരുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, functions and responsibility of the union and states, separation of powers, comparison of Indian constitution, parliament, executive, salient features of act, statutory regulatory bodies. ഇത്രയും കാര്യങ്ങൾ എന്താണ്? പൊളിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? പ്രിലിമിനറി സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പൊളിറ്റി നമ്മൾ പ്രിലിംസ് എക്സാമിനും വേണ്ടിയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും. അപ്പം എളുപ്പമാവുന്നില്ല നമുക്ക്. പ്രിലിംസിന് പഠിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ മെയിൻ എക്സാമിനേഷന് വരുന്നത്. ഇവിടെ ഗവേണൻസ് പോളിസീസ് ഫോർ ഡെവലപ്മെന്റ്, വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻ, ഇഷ്യൂസ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പെറൻസി, റോൾ ഓഫ് സിവിൽ സർവീസസ്, ഇത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് ഏതൊക്കെയാണ് ഞാൻ പറയുന്നത്? ഗവൺമെന്റ് പോളിസീസും പിന്നെന്താണ്? ഗവേണൻസ്, റോൾ ഓഫ് സിവിൽ സർവീസ്. ഈ 3 ടോപ്പിക്ക് നമുക്ക് എവിടെ വരുന്നു? ഗവേണൻസ് പാർട്ടിലാണ് നമുക്ക് വരുന്നത്. നമ്മൾ എപ്പോഴും ഒരുമിച്ചാ പറയുന്നത്. പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പൊ ഇത് 3 ടോപ്പിക്സ് നമ്മൾ ഗവേണൻസ് പാർട്ടിൽ നമ്മൾ പഠിക്കും. ഈ ഗവേണൻസ് പാർട്ടിൽ പഠിക്കുന്ന ടോപ്പിക്ക് കൂടുതലായിട്ട് മെയിൻ എക്സാമിനേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിലിമിനറി സ്റ്റേജിൽ ഈ ഒരു ടോപ്പിക്സിന്റെ ആവശ്യം നമുക്ക് അധികം വരുന്നില്ല. ഇനി അടുത്ത സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻ, മെക്കാനിസം ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഇഷ്യൂസ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ. ഈ 2 ടോപ്പിക്കും നമ്മൾ സൊസൈറ്റി നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ പഠിക്കുന്നില്ലേ? അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കും. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നത് നമ്മൾ. ഇനി അടുത്ത ലാസ്റ്റ് പാർട്ട് എവിടെയാണ്? ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ്, effect of policies on developed and developing countries, important international institutions. ഇത് നമ്മൾ എവിടെ കവർ ചെയ്തിട്ടുണ്ട്? പ്രിലിംസിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? അതെ, ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ നമ്മൾ GS2 എന്തൊക്കെ പഠിക്കുന്നുണ്ട്? പൊളിറ്റി, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇതാണ് GS പേപ്പർ 2 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. GS1 2 നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. അടുത്ത GS3 UPSC ഇനി ആവശ്യമില്ലാത്തതും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും UPSC എവിടെ കൊണ്ടിടും? GS3 കൊണ്ടിടും. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത് GS3 എവിടെയെങ്കിലും ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ചോദ്യം വന്നാൽ കൺസിഡർ ഇറ്റ് ടു ബി എ GS3 ടോപ്പിക്. ഓക്കെ, അപ്പൊ നമ്മൾ GS3 നോക്കാം. ഇവിടെ എന്താണ് നമ്മൾ കൂടുതലായിട്ടും ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ എക്കണോമി, പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇഷ്യൂസ് അറൈസിംഗ്, മേജർ ക്രോപ്സ്, ഫാം സബ്സിഡീസ്, ഫുഡ് പ്രോസസിംഗ്, ലാൻഡ് റിഫോംസ്, ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും എന്തിനാണ് പഠിക്കുന്നത്? എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് തന്നെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും വരും. കണ്ടോ, മേജർ ക്രോപ്സ്, ഇതിനകത്ത് തന്നെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കും വരും. സോ എക്കണോമിക് ഡെവലപ്മെന്റ് കണ്ടല്ലോ, എക്കണോമിക് ഡെവലപ്മെന്റ് പാർട്സ് ആണ് ഇത് എല്ലാം തന്നെ. അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ പഠിക്കും, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ കൂട്ടിക്കോ, ഒരു സബ്ജക്ട് നമ്മൾ ഇവിടെ പഠിക്കും. ദെൻ വി ഹാവ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ നമ്മളെ ഇന്ത്യൻ എക്കണോമി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ എക്കണോമിയിൽ ഈ ഒരു പാർട്ടും മേജർ ക്രോപ്സും ഫാം സബ്സിഡീസും ഒക്കെ നമ്മൾ എവിടെയും പഠിക്കും? പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയും
നമ്മളവിടെ പ്രിപ്പയർ ചെയ്യും. ഇവിടെയും കുറെ ഓവർലാപ്പിംഗ് ടോപ്പിക്സ് നമുക്ക് എവിടെയുണ്ട്? പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്കുണ്ട്. അപ്പൊ ഇതും നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത് ടെക്നോളജി, ഹ്യൂമൻ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പ്രിലിംസിൽ കണ്ടില്ലേ? ഈ ടെക്നോളജി പാർട്ടും എവിടെ നമ്മൾ പഠിക്കും? പ്രിലിമിനറി സ്റ്റേജിലും മെയിൻ സ്റ്റേജിലും ഈക്വൽ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന ഒരു പാർട്ട്. അപ്പൊ അതവിടെ കഴിഞ്ഞു. അപ്പൊ 2 സബ്ജക്ട് കഴിഞ്ഞു. പിന്നെ അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നതാണ്. ദെൻ കൺസർവേഷൻ, എൻവയോൺമെന്റ് പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇത് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? പ്രിലിംസിന് കണ്ടിട്ടുണ്ടോ? ഇതും എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പ്രിലിംസിൽ കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രിലിംസിൽ കവർ ചെയ്യും. ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പ്രിലിംസിൽ കവർ ചെയ്യും. ഇവിടെ മെയിൻ എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അത് നമ്മൾ പ്രിലിമിനറി എക്സാമിന് നമുക്കില്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാട് മാറ്റി ഒരു റോഡ് പണിയണം, ഒരു കാട്ടിന്റെ ഇടയ്ക്കൂടെ ഒരു റോഡ് പണിയണം. അപ്പൊ ഈ പ്രകൃതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ കാണുമല്ലോ. പ്രകൃതിയെ ഇമ്പാക്ട് ചെയ്യുന്ന, എൻവയോൺമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ? അത് എത്രത്തോളം പ്രകൃതിയെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ അസസ് ചെയ്യണം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്തിട്ടേ ആ ഒരു പ്രൊജക്ടിന് സാങ്ഷൻ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അതിന് എത്രത്തോളം അതിനെ അഫക്ട് ചെയ്യും, ഇതൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ട് മാത്രമേ ആ ഒരു പ്രൊജക്ടിന് ശരിക്കും സാങ്ഷൻ കൊടുക്കത്തുള്ളൂ. ഈ ഒരു കാര്യമാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മുടെ മെയിൻ എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതും മെയിൻ എക്സാമിനേഷന് മാത്രമാണ്. സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സെക്യൂരിറ്റി ഒരു സബ്ജക്റ്റ് ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് മറ്റൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ലിങ്കേജസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ ഡിസാസ്റ്റർ? നമ്മൾ ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്സ്, സുനാമി, ഇതെല്ലാം നമുക്ക് എവിടെയാണ് വരുന്നത്? സൈക്ലോൺസ് നമ്മൾ സൈക്ലോൺസിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ജോഗ്രഫിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് വരും. പിന്നെ ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം, ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ചസ്. ഇതാണ് നമ്മൾ സെക്യൂരിറ്റിയിൽ പഠിക്കുന്നത്. സെക്യൂരിറ്റി ഇഷ്യൂസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ നെക്സലിസം, റെഡ് കോറിഡോർ, ഇതെല്ലാം എവിടെ വരും? നമ്മുടെ ഈ സെക്യൂരിറ്റി ഇഷ്യൂസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അടുത്ത റോൾ ഓഫ് എക്സ്റ്റേണൽ ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, സൈബർ സെക്യൂരിറ്റി, ഇതും സെക്യൂരിറ്റിയിലാണ് നമുക്ക് വരുന്നത്. സെക്യൂരിറ്റി ചലഞ്ചസ് ഇൻ ബോർഡർ ഏരിയാസ്, നമുക്ക് എവിടെയൊക്കെ ബോർഡർ ഏരിയാസ് ഉണ്ട്? ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ, ഇത്തരത്തിലുള്ള ബോർഡർ ഏരിയാസ് ഇല്ലേ? ഇവിടൊക്കെ എന്തൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് വരുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ്. വേരിയസ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ഏജൻസീസ്, നമുക്ക് പല പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. CRPF എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? സഹസ്ര സീമാബൽ, CRPF, ITBP. അപ്പൊ അങ്ങനത്തെ കുറെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ്, BSF, ഇങ്ങനത്തെ കുറെ സെക്യൂരിറ്റി ഫോഴ്സസും സെക്യൂരിറ്റി ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മെയിൻ ടോപ്പിക്സ് ആണ്. ഈ കാണുന്ന ഇത്രയും നമ്മുടെ മെയിൻ എക്സാമിനേഷന് വേണ്ടി മാത്രം കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇത്രയും. അപ്പൊ GS3 എന്താ എവിടെ നിന്ന് ചോദിച്ചാലും നമ്മുടെ ബാക്കി ഒരു സിലബസിലും ഇല്ലെങ്കിൽ അത് നമ്മുടെ GS3 കാണും. ഓക്കെ, ഇതാണ് നമ്മുടെ GS3 ടോപ്പിക്സ് വരുന്നത്. ഇനി നമുക്ക് എന്താ ഉള്ളത്? GS4. ഇവിടെയാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് ആർക്കും ഉള്ളതാണ്, ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത്? എത്തിക്സും ഇന്റഗ്രിറ്റിയും ആപ്റ്റിറ്റ്യൂഡും വാല്യൂസ്, നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ 2 പാർട്സ് ഉണ്ട്. ഒന്ന് തിയറി പാർട്ടും ഉണ്ട്. രണ്ടാമത്തെ നമുക്ക് വി ഹാവ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയൊരു കേസ് തരും. നിങ്ങളൊരു CDM, നിങ്ങളൊരു SDM ആണ്, നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്തേക്കുവാണ്, നിങ്ങളുടെ പോസ്റ്റ് ചെയ്തെങ്കിൽ സ്ഥലത്ത് കോറി മാഫിയ ഉണ്ട്, മൈനിങ് ചെയ്യുന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ അവരെ തടയുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ ഭീഷണിയുണ്ട്, നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഭീഷണിയുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സീനിയർ ഓഫീസേഴ്സും കറപ്റ്റഡ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ എന്തൊക്കെ പ്രോബ്ലംസ്, നിങ്ങൾ എങ്ങനെ സൊല്യൂഷൻസ് കണ്ടെത്തും? ഇതൊക്കെയാണ് നമുക്ക് എവിടെ ചോദിക്കാൻ പോകുന്നത്? കേസ് സ്റ്റഡീസിൽ ചോദിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കേസസ് നമുക്ക് ചോദിക്കും. ഒരുപാട് കേസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് കേസ് സ്റ്റഡീസ്. അത് കൂടാതെ നമുക്ക് തിയറി പാർട്ടുണ്ട്. എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കുറെ തിയറി പാർട്ട് നമ്മൾ ഇവിടെ കവർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ GS4 ടോപ്പിക് എന്ന് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു
ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണുള്ളത്? 2 ഓപ്ഷണൽ പേപ്പർ നമുക്കുണ്ട്. അപ്പൊ ഇത്രയും ഓപ്ഷണൽ ലിസ്റ്റ് ഉണ്ട് നമുക്ക്. 25 സബ്ജക്ട്സ് നമുക്ക് UPSC കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ജിയോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സൈക്കോളജി, ആനിമൽ ഹസ്ബൻഡറി, കൊമേഴ്സ്, ഹിസ്റ്ററി, മെഡിക്കൽ സയൻസ്, ഇങ്ങനെ നമുക്ക് ഒരു 25 സബ്ജക്ട് ആര് കൊടുത്തിട്ടുണ്ട്? UPSC കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലിറ്ററേച്ചർ സബ്ജക്ട്സ് സെലക്ട് ചെയ്യാം. ഏകദേശം എനിക്കൊന്ന് 20+ ലിറ്ററേച്ചർ സബ്ജക്ട്സും കൊടുത്തിട്ടുണ്ട്. ലിറ്ററേച്ചർ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഇല്ല, ലിറ്ററേച്ചർ സബ്ജക്ട്സ് ഇംഗ്ലീഷ് വരത്തില്ല. മലയാളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ബട്ട് വേറെ പല ലിറ്ററേച്ചർ സബ്ജക്ട്സും ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അവിടെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? നമ്മുടെ മദർ ടങ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്, മലയാളമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. മലയാളം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാളം എടുക്കാം, ജോഗ്രഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോഗ്രഫി എടുക്കാം, ഹിസ്റ്ററി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹിസ്റ്ററി എടുക്കാം. ഇത് നമ്മുടെ ചൂസിങ് ആണ്. നമ്മൾ അവിടെ ചൂസ് ചെയ്യാൻ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെക്കണം. നിങ്ങളുടെ കൂട്ടുകാർ ജോഗ്രഫി എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോഗ്രഫി എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ജോഗ്രഫി ഒന്നും പഠിക്കാൻ പറ്റില്ലായിരിക്കും. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഹിസ്റ്ററി പറഞ്ഞാൽ കടലാണ്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, പഠിക്കാൻ പറ്റില്ലായിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? നമുക്ക് പ്രോപ്പറായിട്ട് കോച്ചിങ് അവൈലബിൾ ആണോ, മാർക്ക് കിട്ടുന്നുണ്ടോ, കഴിഞ്ഞ ഒരു 5 വർഷം 6 വർഷം ഏതൊക്കെ ടോപ്പേഴ്സിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതും കൂടെ നമ്മൾ നോക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ഓപ്ഷണൽ സബ്ജക്ട് പോയി എടുക്കരുത്. മലയാളത്തിനാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 270 റേഞ്ചിലാണ് ഇപ്പൊ ടോപ്പ് മാർക്ക് വരുന്നത്. ചിലപ്പോൾ സോഷ്യോളജിക്ക് 300+ മാർക്ക് വരുന്നുണ്ടാവും, ഇല്ലേ? അപ്പൊ ഓരോ സബ്ജക്റ്റും അതിന്റെ PYക്ക് നമ്മൾ നോക്കണം. അതിനൊരു ക്ലാസ് ഞാൻ എടുത്തു തരാം, എങ്ങനെയാണ് ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്യേണ്ടതെന്നൊരു ക്ലാസ് എടുത്തു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട് ഉള്ളത്. ഇത് കൂടാതെ നമുക്ക് ലിറ്ററേച്ചർ സബ്ജക്ട്സും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ UPSCയുടെ മെയിൻ എക്സാമിനേഷൻ അങ്ങനെ നമ്മൾ കഴിഞ്ഞു, അടുത്ത കടമ്പ് കഴിഞ്ഞു. അപ്പൊ 1750 മാർക്കാണ് നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഈ 1750 മാർക്കിൽ എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നത്? 2025 എത്രയായിരുന്നു? 739. 50% ഉണ്ടോ? ഇല്ല, 50%നും താഴെയാണ്. 1750 ടോട്ടൽ. 1750 ആണ് നമുക്ക് ടോട്ടൽ മാർക്ക്. ഇതിനകത്ത് 739 മാർക്കാണ് ജനറൽ കട്ട് ഓഫ് വന്നേക്കുന്നത്. 739 മാർക്ക് ജനറൽ കട്ട് ഓഫ്. 729, 740, 748, 745. ഈ മാർക്ക് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഇന്റർവ്യൂ കോള് കിട്ടുമെന്നല്ലാണ്ട് ഇത്രയും മാർക്ക് മേടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കാണാം മാർക്ക് കിട്ടിയവരുടെ മാർക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഇതിനകത്ത് നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. OBC നോക്കിയേ, 707 ഉള്ളൂ, 714, 712. കാരണം ഇത്രയും മാർക്കിന്റെ ഒരു 30 മാർക്കിന്റെ ഡിഫറൻസ് എവിടെ വരുന്നുണ്ട്? മെയിൻ എക്സാമിനേഷനിൽ വരുന്നുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ അത്ര ഒരു 0.66 മാർക്കൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ OBC കാറ്റഗറിക്ക്. ഇവിടെ ഒരു 30 മാർക്സിന്റെ ഒക്കെ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ എക്സാമിനേഷൻ സ്കോർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്തൊരു 600 മാർക്ക് കൂട്ടിയിട്ടില്ല. എന്താണ് 600 മാർക്കിനുള്ളത്? ക്വാളിഫയിങ് പേപ്പറാണ്. അതിനകത്ത് ഓരോന്നിനും നമുക്ക് 75 മാർക്ക് മാത്രം കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈ ആകും. നമ്മൾ മെയിൻ എക്സാമിനേഷൻ ഈ ഒരു 1750 മാർക്കിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ മെയിൻ എക്സാമിനേഷനും കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് അടുത്തുള്ളത്? വി ഹാവ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇത് നിങ്ങളുടെ ഒരു വൈവ, നിങ്ങളുടെ കോളേജിലൊക്കെ ഉള്ള ഒരു വൈവ വോയിസ് ആണോ ഇത്? വൈവ എന്താണ്? ഒരു ചോദ്യം ചോദിക്കുന്നു, ആൻസർ പറയുന്നു, പിന്നെയും ചോദ്യം ചോദിക്കുന്നു, ആൻസർ പറയുന്നു. ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു കോൺവെർസേഷൻ ആണ്. അത് ആ ഒരു എക്സാമിനേഷൻ ഇത് നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഒരു ബോർഡാണ്. ഇവിടെ ഒരു ഓരോ ബോർഡിൽ എത്ര പേരുണ്ടാവും? ഇന്റർവ്യൂ ബോർഡിൽ 5 പേരാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ കാണും. 1, 2, 3, 4, 5. ഇങ്ങനെ 5 പേരായിരിക്കും ഇരിക്കുന്നത് ഇവിടെ. ഇദ്ദേഹമായിരിക്കും ഇതിന്റെ ചെയർമാൻ, ഈ ഒരു ബോർഡിന്റെ ചെയർമാൻ. ഇനി നിങ്ങൾ എവിടെ ആയിരിക്കുന്നത്? ഇവിടെ ഒരു ടേബിൾ കാണും. നിങ്ങളിത് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ നോളജ്. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഇന്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് നോട്ട് ഇന്റൻഡഡ് ടു ടെസ്റ്റ് എയ്തർ ഓഫ് ദി സ്പെഷ്യലൈസ്ഡ് ഓർ ജനറൽ നോളജ് ഓഫ് ദി കാൻഡിഡേറ്റ്സ്. എന്തുകൊണ്ടാ? ജനറൽ നോളജ് ഒന്നും ഇവിടെ വേണ്ട. കാരണം ജനറൽ നോളജ് ഒക്കെ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മെയിൻ എക്സാമിനേഷൻ, അല്ലേ? മെയിൻ എക്സാമിന് നിങ്ങളുടെ GKയും നിങ്ങളുടെ ജനറൽ നോളജും നിങ്ങളുടെ അവയർനെസ്സും ഒക്കെ ഇവിടെ മെയിൻ എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞു. ഇവിടെ എന്താ വേണ്ടേ ഇവർക്ക്? ഇവരെന്താ ചെക്ക് ചെയ്യുന്നത്? They are judging your mental alertness. They are judging your critical powers of assimilation.
എന്താണ് ക്രിട്ടിക്കൽ പവേഴ്സ് ഓഫ് അസിമിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ കുറേ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്ലിയർ ആൻഡ് ലോജിക്കൽ എക്സ്പോസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബാലൻസ് ഓഫ് യുവർ ജഡ്ജ്മെന്റ്, അപൊളിറ്റിക്കലായിട്ട് നിന്ന് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വെറൈറ്റി ആൻഡ് ഡെപ്ത് ഓഫ് ദി ഇൻട്രസ്റ്റ്, എബിലിറ്റി ഓഫ് ദി സോഷ്യൽ കൊഹിഷൻ. അപ്പൊ നമ്മളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്കൊരു ഡാഫ് ഉണ്ട്, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ നമ്മുടെ A to Z ചരിത്രം അവിടെ നമ്മൾ എഴുതേണ്ടി വരും. നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഹോബി, അത് ഇത് A to Z കാര്യങ്ങൾ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഇതിനകത്ത് എല്ലാത്തിനും നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് ചോദ്യം വരും ആ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ. അപ്പൊ നമ്മുടെ നോളജ് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ല ഇവിടെ നോളജ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റർവ്യൂ. ഇന്റർവ്യൂ എത്ര മാർക്കിനാണ്? ഇന്റർവ്യൂ എത്ര മാർക്കിനാ? അല്ല, ഇന്റർവ്യൂ നമുക്ക് 275 മാർക്സിനാണ് ഇന്റർവ്യൂ നമുക്ക് ഉള്ളത്. ഇന്റർവ്യൂ 275 മാർക്സിന്. ഇതും നമ്മുടെ ഫൈനൽ മെറിറ്റിലേക്ക് എടുക്കുന്നതാണ്. ഈ 275 എന്ത് നമുക്ക് ആഡ് ചെയ്യണം? 1750. എന്താണിത്? ഈ 1750 എന്താ? മെയിൻ എക്സാമിനേഷന്റെ മാർക്ക്. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് എത്ര മാർക്കിലാ? 2025. 2025 മാർക്കിലാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് മേജർ പാർട്ട് എവിടെയാണ്? 1750 മാർക്ക് അല്ലെ? നമ്മൾ എന്തിനാണ് അപ്പൊ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? ഈ ഒരു 1750 മാർക്കിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതാണോ? നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഇത്. പക്ഷെ ഇത് ഭയങ്കര സബ്ജക്റ്റീവ് അല്ലേ? കാരണം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് ബോർഡാണ്, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഇതൊക്കെ അൺകൺട്രോളബിൾ ആണ് അല്ലേ? ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ മെയിൻ എക്സാമിനേഷൻ ആണ്. ദിസ് ഈസ് അൺകൺട്രോളബിൾ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലും ഈ ഒരു കാര്യം നമ്മൾ പക്കയാക്കി വെക്കണം. ഇത് എന്നിട്ട് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതല്ല, ഇത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ടോട്ടൽ 2025 മാർക്കിലാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ കട്ട് ഓഫ് ആണ് ഇത് വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ മെയിൻ എക്സാമിനേഷന്റെയും പ്രിലിമിനറി എക്സാമിനേഷന്റെ കട്ട് ഓഫ് കണ്ടു. ഇത് ഫൈനൽ എക്സാമിന് നമ്മുടെ 2025 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾ കയറും. അപ്പൊ അതിന്റെ കട്ട് ഓഫ് 2025 എത്രയായിരുന്നു? 963. എന്ന് പറഞ്ഞാൽ 2025 നിങ്ങൾക്ക് 963 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ കയറി, നിങ്ങൾ സിവിൽ സർവീസ് നേടി. 963 മാർക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ എയിം ചെയ്യേണ്ടത് എത്രയാണ്? ഇതിന്റെ ഒരു 52 to 53% നമുക്ക് കിട്ടണം. 2025 ഒരു 52 അല്ലെങ്കിൽ 53% നമ്മൾ എയിം ചെയ്യണം. 55%. 55% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് എന്തായിരിക്കും? യു വിൽ ബി AIR1. ഓൾ ഇന്ത്യ റാങ്ക് 1 ആയിരിക്കും നിങ്ങളുടെ. നിങ്ങൾ ഇതിനകത്ത് ഒരു 55% മാർക്ക് മേടിച്ച. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പം ഇതാണ് നമ്മുടെ എക്സാം. ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനൽ കട്ട് ഓഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പ്രിലിമിനറി എക്സാം പഠിക്കുമ്പോൾ നമ്മൾ പ്രിലിംസിന് വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്? കൂടുതലായിട്ടും നമ്മൾ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിംഗ് ആണ് അവിടെ ചെയ്യേണ്ടത്. നമുക്ക് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫാക്ട്സ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാണിക്കുകയാണെങ്കിൽ ഇതൊരു പ്രിലിമിനറി എക്സാമിന് 2023 ചോദിച്ച ചോദ്യമാണ്. With reference to Legislative Assembly of the state, consider the following statements. The governor makes a customary address to the members of the house at the commencement of the first session of the year. നമ്മുടെ അസംബ്ലി കൂടുമ്പോൾ അതിനകത്ത് ആദ്യത്തെ സെഷനിൽ ഗവർണർ ആ ഒരു സെഷനെ അഡ്രസ് ചെയ്യണം. നിങ്ങൾ പാർലമെന്റ് ഹൗസ് ഒക്കെ കണ്ടിട്ടില്ലേ? ടിവിയിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ സഭ. ആ ഒരു സെഷന്റെ അതിന്റെ ആദ്യത്തെ സെഷനിൽ ഗവർണർ അവർക്കൊരു കസ്റ്റമറി അഡ്രസ് ചെയ്യണം. ഇതൊരു ഫാക്ട് അല്ലേ? ചെയ്യണോ ചെയ്യണ്ടയോ? ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഫാക്റ്റ് ആണ്. അടുത്ത, when a state legislature does not have a rule on a particular matter, it follows the Lok Sabha rule on the matter.
നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉണ്ട്, ലോക്സഭയും ഉണ്ട് അല്ലെ. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിൽ അവർക്കായിട്ടുള്ള ലെജിസ്ലേച്ചർ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു അസംബ്ലി ഉണ്ടല്ലോ, ഇവർക്കൊരു റൂൾ ഇല്ല എങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് ലോക്സഭ റൂൾ ഫോളോ ചെയ്യണം. ഇതും എന്താണ്, ഒരു ഫാക്റ്റ് ആണ്. ഗവർണറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻ എക്സാമിനേഷനിൽ ഗവർണറിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാ ചോദ്യം വന്നേക്കുന്നത്? ഡിസ്കസ് ദി എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ദി എക്സസൈസ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബൈ ദി ഗവർണർ. ഗവർണർ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണെന്ന് നമ്മൾ പഠിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് കുറച്ച് ലെജിസ്ലേറ്റീവ് പവേഴ്സും ഉണ്ട്, ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സും ഉണ്ട്. ഈ ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് അദ്ദേഹത്തിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ എന്തൊക്കെ എസെൻഷ്യൽ കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഫാക്റ്റ് ആണോ? ഇവിടെയാണ് നമുക്കൊരു അനലിറ്റിക്കൽ തിങ്കിങ് നമുക്ക് വേണ്ടത്. സോ മെയിൻ എക്സാമിനേഷൻ നമുക്ക് ഫാക്റ്റും മാത്രം പോരാ, വി ഹാവ് ടു ഹാവ് എ അനലിറ്റിക്കൽ തിങ്കിങ്. അതാണ് ഇവിടെ ചോദ്യം. ഡിസ്കസ് ദി ലീഗാലിറ്റി ഓഫ് ദി റീപ്രൊമൾഗേഷൻ ഓഫ് ദി ഓർഡിനൻസ് ബൈ ദി ഗവർണർ വിത്തൗട്ട് പ്ലേസിംഗ് ദം ബിഫോർ ദി ലെജിസ്ലേച്ചർ. അപ്പം ഇവിടെ നമുക്ക് അനലിറ്റിക്കൽ തിങ്കിങ് കൂടെ എന്തിനു വേണം? മെയിൻ എക്സാമിനേഷൻ വേണം. ഫാക്ട് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് 2025 ഫൈനൽ ലിസ്റ്റിൽ കയറിയ കുറച്ച് പേരുടെ പേരുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് റാങ്ക് ആർക്കായിരുന്നു? അനൂജ് അഗ്നിഹോത്രി. അനൂജ് അഗ്നിഹോത്രിക്ക് ടോട്ടൽ എത്ര വന്നു? 1071 മാർക്സ് ആണ് വന്നേക്കുന്നത്. 2025 മാർക്കിലാണ് ടോട്ടൽ എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ ഞാൻ. 2025 മാർക്കിൽ AIR റാങ്ക് 1 ലഭിച്ചേക്കുന്ന മാർക്ക് എത്രയാണ്? 1071 മാർക്ക്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ അവസാനത്തെ നമ്മുടെ ഇത് റെക്കമെൻഡഡ് കാൻഡിഡേറ്റ്സിന്റെ മാർക്ക് വരുന്നത്. റിട്ടേൺ എത്ര മാർക്കുണ്ട് അദ്ദേഹത്തിന്? 867 മാർക്ക്. നമ്മൾ കട്ട് ഓഫ് എത്രയായിരുന്നു? 750 സംതിങ് ആണ്. കട്ട് ഓഫിൽ നിന്നും 110 മാർക്കാണ് എവിടെ കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊരു 700 കട്ട് ഓഫ് മാത്രം മേടിച്ചിട്ട് കാര്യമുണ്ടോ? കട്ട് ഓഫ് മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഫുൾ മാർക്ക് മേടിച്ചാലേ നമ്മൾ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. നമുക്ക് കിട്ടുമോ? പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഇദ്ദേഹത്തിന് 275 മാർക്കിൽ എത്ര കിട്ടിയിട്ടുണ്ട്? 204 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 200 പ്ലസ് 200 പ്ലസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കാണ് ഇന്റർവ്യൂവിന്. 200 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി മാർക്കായിട്ട് നമുക്ക് കണക്കാക്കാം ഇന്റർവ്യൂ സ്റ്റേജിൽ. അപ്പൊ നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്? നമുക്കും മെയിൻ എക്സാമിനേഷന് ഒരു 800 മാർക്സ് അടുത്ത് നമുക്ക് കിട്ടണം. 1750 ഏകദേശം ഒരു 800 മാർക്ക് നമുക്ക് അവിടെ കിട്ടണം. അതാണ് നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് കൂടുതലായിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് മാർക്ക് വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും എത്ര കുറേ റോൾ നമ്പർ ആയില്ലേ? ഒരിടത്ത് 700 വന്നുള്ളൂ കണ്ടോ. എല്ലാവർക്കും അവസാനം നിങ്ങൾ 700 കാണും. ജനറൽ കാറ്റഗറിക്ക് എനിക്ക് തോന്നുന്നു ഒരു 780 ആണെന്ന് തോന്നുന്നു. ജനറൽ കാറ്റഗറിയുടെ മെയിൻ എക്സാമിനേഷന്റെ ലാസ്റ്റ് മാർക്ക് വന്നേക്കുന്നത് 780 വരെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 800 മാർക്സ് നമുക്ക് മെയിൻ എക്സാം 800 അടുത്ത് നമുക്ക് മെയിൻ എക്സാമിനേഷന് നമുക്ക് നേടിയെടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ പേപ്പറും കൂടെ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ജോഗ്രഫിയുടെ ഓപ്ഷണൽ പേപ്പർ ആയിരുന്നു. ഓപ്ഷണൽ പേപ്പറിൽ എഴുതിയേക്കുന്നുണ്ടല്ലേ, കാൻഡിഡേറ്റ് ഹാസ് ടു അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ. എല്ലാം കൂടെ എത്ര ചോദ്യമുണ്ട്? നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ട്. ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് നമ്പർ 1 and 5 ആർ കമ്പൽസറി. ക്വസ്റ്റ്യൻ നമ്പർ 1 and 5 ആർ കമ്പൽസറി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെ 5 ചോദ്യം ഉണ്ട് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ. ഞാൻ പറഞ്ഞത് സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം ഇത് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഈ ഒരു 5 5 10 ചോദ്യം, ഇവിടെ 5 ചോദ്യം ഉണ്ട്, ഇവിടെ 5 ചോദ്യം ഉണ്ട്. ഈ 10 ചോദ്യം നമ്മൾ ഇതെല്ലാ ഓപ്ഷണൽ സബ്ജക്റ്റിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ ഓപ്ഷണലിനും ഈ ഒരു രീതി തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു 10 ചോദ്യം നമ്മൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്താണ്? 3 are to be attempted choosing at least 1 question from each section. അതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ചോദ്യം ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തു അല്ലേ? ഒന്നാമത്തെ ചോദ്യവും
5ാമത്തെ ചോദ്യവും നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തു. ഇനി നമ്മൾ എത്ര ചോദ്യം അറ്റൻഡ് ചെയ്യണം? 3 ചോദ്യം കൂടെ അറ്റംപ്റ്റ് ചെയ്യണം. ഈ 3 ചോദ്യത്തില് അറ്റ്ലീസ്റ്റ് നമ്മൾ സെക്ഷൻ എന്നും ഒരു ചോദ്യം പിക്ക് ചെയ്യണം. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സെക്ഷൻ എന്ന് 2ാമത്തെ ചോദ്യം നമ്മൾ പിക്ക് ചെയ്തു. ഇനി നമ്മൾ 3 ചോദ്യം കൂടെ ചെയ്യണ്ടേ? സെക്ഷൻ എന്ന് തന്നെ നമുക്ക് അടുത്ത 3 ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു ചോദ്യം മിനിമം 2 സെക്ഷനിൽ നിന്നും നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സെക്ഷൻ ബിന്ന് നമ്മൾ ഒരു ചോദ്യം ചെയ്യണം, സെക്ഷൻ എന്ന് നമ്മൾ ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി നമുക്ക് റിമൈനിങ് എത്ര ചോദ്യം ഉണ്ട്? അപ്പൊ 4 ചോദ്യമായില്ലേ? 2 കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യണം, 2 എണ്ണം നമ്മൾ മിനിമം 2 സെക്ഷനിൽ നിന്ന് പിക്ക് ചെയ്യണം. അങ്ങനെ 4 ചോദ്യമായി. ഇനി ഒരു ചോദ്യം കൂടി ഇല്ലേ നമുക്ക്? ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പിക്ക് ചെയ്യാം. സെക്ഷൻ എന്ന് വേണമെങ്കിലും പിക്ക് ചെയ്യാം, സെക്ഷൻ ബിന്ന് വേണമെങ്കിലും പിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട് വരുന്നത്. കണ്ടോ? അപ്പൊ ഓരോ പാർട്ടിലും 50-50 ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും 50 മാർക്കിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 50 മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 പാർട്ട് ഉണ്ട്, 20, 15, 15, 50 മാർക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി 20, 15, 15, 50 മാർക്ക്. ഇങ്ങനെ ഓരോ 50ന്റെ സെറ്റുകളാണ് നമുക്ക് ഓപ്ഷണൽസിന് കിട്ടുന്നത്. ഇതൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അതൊന്നും നിങ്ങൾ കാര്യമില്ല. കുറച്ച് പേർക്ക് ഇവിടെ എക്സാം വരാൻ പോകുന്നത് 2029 ഫസ്റ്റ് അറ്റംപ്റ്റ് ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ് ആക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ സർവീസിൽ കയറും. ഓക്കെ, അടുത്ത വർഷം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നവര് മരിച്ച് പണിയെടുക്കണം. നമ്മൾ അടുത്ത വർഷം തന്നെ സർവീസിൽ കയറിയേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് എക്സാം പാറ്റേണിലും സിലബസ് പ്രോപ്പറായിട്ട് ഡീകോഡ് ഞാൻ ചെയ്തിട്ടില്ല. ഓരോ പേപ്പറിന്റെ സിലബസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീകോഡ് ചെയ്യും. ഓക്കെ, ഓരോ സിലബസും ഞാൻ നിങ്ങൾക്ക് മൈക്രോ തീംസും തരും. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ് കഴിഞ്ഞ് എന്ത് ടിക്ക് ചെയ്ത് പോകും? മൈക്രോ തീംസ് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് പോകും. ഗ്രാജുവേഷൻ കയറുന്ന സ്റ്റുഡൻസ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ ഈ ഒരു ബാച്ച് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാറും. ക്ലാസ് സ്റ്റാർട്ട് അനീഷയ്ക്ക് മാത്രം ഒരു ഡൗട്ട് ഉണ്ട്, ഞാൻ വിളിച്ചോളാം അനീഷ്. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ ക്ലിയർ ആണോ? ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതുണ്ടോ? ഇതാണ് നമ്മുടെ എക്സാം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എക്സാം ഈസി ആണോ ടഫ് ആണോ? ഇനി നമുക്ക് 2025 പേപ്പറിലേക്ക് വരാം. 2025 പേപ്പർ 2026 പേപ്പർ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു 2026 പേപ്പർ. നമ്മളിപ്പോ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ പോരെ നമുക്ക്. അല്ലാണ്ട് ഞാൻ നിങ്ങളെ വെറുതെ ഫോൾസ് ആയിട്ട് ഇത് ഭയങ്കര എളുപ്പമാണ്, സൂപ്പറാണ്, ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എക്സാം ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ചില 2029 എക്സാം എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ച് വരുമായിരിക്കും. ചിലപ്പോൾ ഓപ്ഷണൽ സബ്ജക്ട് കാണില്ലായിരിക്കും ചിലപ്പോൾ 2029. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഞാൻ പഠിച്ച സമയത്ത് മുതലേ പറയുന്നത് ഓപ്ഷണൽ എടുത്ത് മാറ്റുമെന്ന്. ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴൊന്നും അതിന് തീരുമാനം ആവത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാലഘട്ടത്തിൽ എന്തായാലും ഓപ്ഷണൽ ഒന്നും എടുത്ത് മാറ്റാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് അൺപ്രഡിക്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ പേപ്പർ ഇറ്റ് വാസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഇറ്റ് വാസ് വെരി ടഫ്. നമുക്കൊന്നും അതിനകത്ത് ചെയ്യാൻ ഉണ്ടായില്ല. സ്റ്റുഡൻസ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ എൽഡർ ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് ആരെങ്കിലും എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയത് ഈ വർഷത്തെ പേപ്പർ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു പേപ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇത്രയും പഠിച്ചിട്ട് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പം അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് കൂടുതൽ പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മെന്റൽ ടഫ്നെസ്. നമ്മൾ നോളജ് മാത്രം ഗെയിൻ ചെയ്താൽ പോരാ, വി ഹാവ് ടു ബി മെന്റലി വെരി ടഫ്. എന്ത് കാര്യങ്ങളും ഏത് രീതിയിലും നേരിടാൻ നമ്മൾ റെഡി ആകണം. അതും കൂടെ ഈ ജേണിയിൽ നമ്മൾ കരസ്ഥമാക്കിയേ പറ്റൂ. നമ്മുടെ പ്രോബ്ലം ഇതാണ്, എല്ലാ ആസ്പിറൻസും ദേ വിൽ സ്റ്റഡി എവറിത്തിങ്. ആകാശത്തിന് കീഴിലുള്ള എല്ലാം പഠിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതിനൊന്നും ആവശ്യമില്ലെങ്കിലും അങ്ങനെ പഠിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും പഠിച്ചു കഴിയുമ്പോഴും ദേ ആർ നോട്ട് മെന്റലി ടഫ്. ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ തീർന്നു, അവരില്ലാണ്ടാവുകയാണ്. ഒരു പ്രിലിംസ് പാസ്സായി പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു, ലൈഫ് അവിടെ തീർന്നു എന്നാണ് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയാണോ ഇത്? അല്ല. ഈ ഒരു ഗെയിം നമ്മൾ ലോങ് ഗെയിം ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഷോർട്ട് ഗെയിം അല്ല. നമ്മളൊരു 2020 ഒന്നുമല്ല കളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ്, ഈ ഒരു എക്സാമിനെ നമുക്ക് ക്രിക്കറ്റ് ആയിട്ട് കാണാം. പ്രിലിമിനറി എക്സാം 1 ഡേ ആണെങ്കിൽ
മെയിൻ എക്സാം ഒരു ടെസ്റ്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മളൊരു ടെസ്റ്റ് ആണ് കളിക്കാൻ പോകുന്നത്, ഒരു ലോങ് കളിയാണ് ഇത് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തിൽ നമുക്കിത് നേടിയെടുക്കാൻ തന്നെ കഴിയും. അങ്ങനെ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടത്. പക്ഷെ ചിലപ്പോൾ ഇതിനെ അറിഞ്ഞു വരുന്നത് ചിലപ്പോൾ ഒരു വർഷത്തിലായിരിക്കും. എന്താണെന്ന് എക്സാമിനെ കുറിച്ചും എക്സാമിന്റെ സിലബസും കാര്യങ്ങളും എല്ലാം പഠിച്ചു വരാൻ തന്നെ ഒരു വർഷം എടുക്കും. അപ്പൊ ഇത് നമ്മൾ കളിക്കാൻ പോകുന്ന കളി ഒരു ലോങ് ഗെയിം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിക്കേണ്ടത്. പക്ഷെ അതിനർത്ഥം 5 വർഷം ഇവിടെ കുത്തിയിരിക്കാന്നല്ല, തീർക്കണം. ആദ്യത്തെ വർഷം തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ കയറിക്കോണം. അതിന്റെ കൂടെ നമ്മൾ മെന്റലി ടഫ് ആയിരിക്കണം. എന്തും നേരിടാൻ പറ്റണം. മെയിൻസിന് പുറത്തുനിന്നൊരു ചോദ്യം വന്നാൽ ദൈവമേ അവിടെ തീർന്നു, സ്ട്രെസ്ഡായി. പ്രിലിംസിന് അതാ സംഭവിക്കുന്നത്, നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാൽ പാനിക് ആവുകയാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അതും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം, നമുക്ക് യോഗ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമ്മളെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം. കാരണം ഈ എക്സാം നമ്മളെ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷണൽ സൈഡ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ മെന്റൽ സൈഡ് ടെസ്റ്റ് ചെയ്യും, നമുക്ക് എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും, ആ ഒരു സ്ട്രെസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ റെഡി ആയിരിക്കണം, പഠിച്ചാൽ മാത്രം പോരാ. ഓക്കെ ആണോ പറയുന്നത്? ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മുടെ ക്ലാസ്സുകളെല്ലാം വരുന്നത് ഞാനിങ്ങനെ ലിങ്ക് ഇട്ട് തന്നായിരിക്കത്തില്ല നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ നമ്മുടെ ഓരോ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡാഷ്ബോർഡ് കിട്ടും, ഇല്ലേ? ഓരോ ഡാഷ്ബോർഡ് കിട്ടും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾ എവിടെ വരും? ആ ഒരു ഡാഷ്ബോർഡിന്റെ റെക്കോർഡഡ് സെഷനിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ക്ലാസ്. അപ്പം അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ക്ലാസ് വരുമ്പോൾ അതിനകത്ത് ലൈവ് സെക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട്. ലൈവ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും. നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മെയിലിൽ വരും. ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 10 minutes ഒരു ഹാഫ് ആൻ അവർ ബിഫോർ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ഇന്ന ക്ലാസ് ഇന്ന ടൈമിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോവാണെന്ന് മെയിലിൽ വരും. 8 മണിക്കായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 7:30 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ലിങ്ക് കാണത്തില്ല. നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് വന്ന് കുറച്ച് സമയം എടുക്കും അത് പ്രോസസ്സ് ചെയ്യാൻ. എന്നിട്ട് ആ റെക്കോർഡിംഗ് സെഷനിലേക്ക് നമുക്കത് കാണാൻ കഴിയും. നമ്മുടെ ഒരു മെറ്റീരിയലും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന മെറ്റീരിയൽ മാത്രമേ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ മെറ്റീരിയലും നമുക്ക് കിട്ടാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ ഡാഷ്ബോർഡിലായിരിക്കും. ഇതിന്റെ ഈ ഒരു PPT നമുക്ക് എവിടെ ആയിരിക്കും വരുന്നത്? ഡാഷ്ബോർഡിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ആയിരിക്കും. പതുക്കെ ഈ ഗ്രൂപ്പ് ഒരു 50 പേരുടെ ഗ്രൂപ്പായിട്ട് മാറും. കാരണം ഞാൻ 50 പേരെ ഇതിനകത്ത് നമ്മളിപ്പോൾ തൽക്കാലം ഞാൻ അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു ഗ്രൂപ്പാണ്, പക്ഷെ ചെറിയ ഗ്രൂപ്പാണ് ഏറ്റവും നല്ല ഗ്രൂപ്പ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനും പറ്റും. ഓരോരുത്തർക്കും നമുക്ക് ഇൻഡിവിജ്വലി എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് അറിഞ്ഞ് മുന്നോട്ട് പോകാം. അടുത്ത വർഷം ഇതിനകത്തുനിന്ന് റാങ്ക് ഉണ്ടാവണം. 2029 റാങ്ക് ഉണ്ടാവണം, അടുത്ത വർഷവും റാങ്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.